പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന ദൈവമേ, അങ്ങ് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ഇടപെട്ട് അങ്ങയെ വെളിപ്പെടുത്തുന്ന ദൈവമായിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇസ്രായേൽ യഹൂദ പ്രവാസം, അതിൻ്റെ കാരണങ്ങൾ, പ്രവാസത്തിൻ്റെ വിവിധ വശങ്ങൾ, അതൊക്കെ ഇന്ന് ആഴമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ചരിത്രത്തിലൂടെ ദൈവമേ അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാൻ, വേദപുസ്തകത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ കൃപ തരണമേ. അതിനായി ഞങ്ങളുടെ ജ്ഞാനത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതിയ ചിന്തകളാലും പുതിയ അറിവുകളാലും പ്രകാശപൂരിതമാക്കുമാറാകണമേ. അങ്ങനെ ഈ നാൾ വചനം വായിക്കുമ്പോൾ കൂടുതൽ ആഴമായി അത് തിരിച്ചറിയുവാൻ, അതിൻ്റെ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയുള്ള നിമിഷങ്ങളിൽ കർത്താവേ, എമ്മോസ് ശിഷ്യന്മാരുടെ അനുഭവം പോലെ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ഉള്ളിൽ കത്തുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വചനത്തിലൂടെ, ചരിത്രത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൈഫ് കമ്മ്യൂണിറ്റിയുടെ ഈ രണ്ടാമത് വാർഷിക ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റ്മാർ, സഭാ ശുശ്രൂഷകർ, മാതാപിതാക്കൾ, കൊച്ചുമ്മമാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമെന്നാണ്. ഇന്നിങ്ങനെ ഒരു ക്ലാസ്, അതിൽ ഒരു ഭാഗം വഹിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു ക്ലാസ്, അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പ്രാധാന്യം നമ്മളൊരു 2 വർഷമായി ലൈഫ് കമ്മ്യൂണിറ്റി ആരംഭിച്ചിട്ട് നമ്മൾ അന്ന് മുതൽ ഓഫ്ലൈൻ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ക്രമീകരിച്ചിരുന്നു. ശരിക്കും ആ ക്ലാസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും നമുക്കിതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിർഭാഗ്യവശാൽ നമുക്ക് ഓഫ്ലൈൻ അത്ര കണ്ട് വിജയിക്കാതെയും എന്നാൽ ഓൺലൈൻ കൂടുതൽ വിജയിച്ചും വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ക്രമീകരിച്ചു. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ചിലപ്പോഴെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ ക്ലാസ് സത്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ ഒരു കണ്ടിന്യൂഷനാണ്. ആ കണ്ടിന്യൂഷൻ 2 വർഷം പുറകിൽ നമ്മൾ ആരംഭിച്ചതാണ്. ഒന്നുകൂടി റീകളക്ട് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇതും ഇന്നത്തെ ക്ലാസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയത് ഈ വേദപുസ്തകത്തിന്റെ ചരിത്രം, ഓരോ പുസ്തകത്തിന്റെ ചരിത്രം പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഉൽപ്പത്തി പുസ്തകം എന്താണെന്നും അതിന്റെ ചരിത്രം എന്താണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുമല്ലോ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മുടെ അനിൽകുമാർ അച്ഛൻ ഒരു 3 ക്ലാസ്സോളം നമുക്ക് എടുത്തു. ഇസ്രായേൽ ജനതയുടെ ചരിത്രം എന്താണ് എന്ന് നമുക്ക് എടുത്തു. തീർന്നില്ല, അത് വസ്തുതയിൽ അത് തീർന്നിട്ട് വളർന്നതിലേക്ക് പോകാം, പക്ഷെ തീർന്നില്ല. അതിന്റെ ഇസ്രായേൽ ജനതയുടെ സുപ്രധാനമായിരിക്കുന്ന ഒരു ചരിത്രമാണ് പ്രവാസം എന്ന് പറയുന്നത്, എക്സൈൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ ശരിയാവണ്ണം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹകരമായ കാര്യം എന്താ വെച്ചാൽ പഴയ നിയമത്തിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളുടെയും ചരിത്രം എന്താണെന്നും അതെന്തുകൊണ്ട് ആ പുസ്തകങ്ങൾ എഴുതപ്പെട്ടുവെന്നും ആ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും ഇനി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ എന്നെ പ്രൈസ് ചെയ്ത് പറഞ്ഞതല്ല ഇത്. ഈ ക്ലാസ് വേണ്ട വിധം മനസ്സിലാക്കാൻ പറ്റിയാൽ പഴയ നിയമത്തിലെ നല്ലൊരു പങ്ക് പുസ്തകങ്ങളിലെയും ചരിത്രം എന്താണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു കോൺവെർസേഷനാണ്. ഒരു സംസാരമാണ്. എന്ത് സംശയം എപ്പോഴുണ്ടായാലും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ സംശയം ചോദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ഗ്രഹിക്കാനായിട്ട്, തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. സംശയം നിങ്ങൾ അന്തരം തന്നെ നിവാരണം നടത്തി മുന്നോട്ട് പോകും. ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ചുരുങ്ങിയ സമയത്തോടെ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പക്ഷേ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കണം. ഞാനിത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് എനിക്ക് തന്നെ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട്, എൻ്റെ പരിമിതി ഞാൻ പറയുകയാണ്, ഒത്തിരി വർഷങ്ങൾ എടുത്താണ് ഞാനിതൊന്ന് മനസ്സിലാക്കിയത്. ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ക്യാപ്സൂൾ പരുവത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ തുടങ്ങുകയാണ്. ഒരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇതിന്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് ടൈറ്റിൽ?
ഇസ്രായേൽ, ജൂയിഷ്, എക്സൈൽ ഹിസ്റ്ററി. എക്സൈൽ എന്ന് പറഞ്ഞാൽ പ്രവാസമാണ്. എക്സൈൽ അതിന്റെ ഇംഗ്ലീഷ് പദമാണ് എക്സൈൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ, ജൂയിഷ്, എക്സൈൽ ഹിസ്റ്ററി. നമ്മൾ മലയാളത്തിൽ കൊടുത്തിരുന്നു ഇസ്രായേൽ യഹൂദ പ്രവാസ ചരിത്രം. ആ ടൈറ്റിലിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്താണ് കുഴപ്പം? വളരെ കൃത്യമായിരിക്കുന്ന ഒരു ആൻസർ ആണ് ജോസഫ് ഡോക്ടർ പറഞ്ഞത്. അവിടെ ഇസ്രായേൽ തന്നെയല്ലേ യഹൂദ, യഹൂദ തന്നെയല്ലേ ഇസ്രായേൽ. അതാണ് ഒരു കുഴപ്പത്തിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അത് തന്നെ മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോഴത്തേക്കും ശരിക്കും ഈ സംഭവം നമുക്ക് ക്ലിയർ ആകും. എന്തുകൊണ്ടെന്നാൽ അടുത്ത ചോദ്യം, ഹൂ വേർ ഇസ്രായേലേഴ്സ്? ആരായിരുന്നു ഇസ്രായേലിയർ? ചുമ്മാ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാദിത്തം. ആരായിരുന്നു ഇസ്രായേലിയർ? എങ്ങനെയാണ് അവർ ഉത്ഭവിച്ചത്? യാക്കോബിന്റെ 12 മക്കൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. യാക്കോബിന്റെ 12 മക്കൾ. ഇതാ 12 tribes of Israel, the 12 sons of Jacob. ഇസ്രായേൽ എന്ന് ദൈവം വിളിച്ച യാക്കോബിന്റെ 12 മക്കളായിരുന്നു ഈ 12 ഗോത്രങ്ങളായി വളർന്നു വന്നത്. ഓർക്കണേ, ഇവിടെ ഒരു രസകരമായിരിക്കുന്ന ചരിത്രമുണ്ട്. ഈ 12 മക്കളൊക്കെ ഉണ്ടായി, പട്ടിണി ദാരിദ്ര്യം ആവശ്യം. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? അതുകൊണ്ട് യാക്കോബും മക്കളും എല്ലാം കൂടെ എവിടേക്ക് പോയി? മിസ്രൈമിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. അവിടേക്ക് പോകുമ്പോൾ 70 പേരെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് വേദോസം പറഞ്ഞത് 70 പേരെ ഉണ്ടായിരുന്നു. ഈ 12 മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് 70 പേരെ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്രൈമിലേക്ക് ഇറങ്ങി ചെന്നു. അവിടെ ദൈവം അവരെ അനുഗ്രഹിച്ചു. പിന്നീട് വളരെ കൊടിയ പീഡനം ഉണ്ടാകുന്നു. പക്ഷെ വേദോസം കൃത്യമായിട്ട് പറഞ്ഞു പീഡിപ്പിക്കുന്നതോറും ജനം വർദ്ധിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന അവിടെ നിന്നും പുറപ്പെടുമ്പോൾ ഒരു കണക്കെടുക്കുന്നത് പുരുഷന്മാർ മാത്രം 6 ലക്ഷം, സ്ത്രീകൾ അതിനേക്കാൾ കൂടുതൽ വരാനാണ് സാധ്യത. കാരണം അന്നത്തെ പശ്ചാത്തലം അനുസരിച്ച് ഒരു യഹൂദന് ഒന്നിലധികം ഭാര്യമാരുണ്ട്. അങ്ങനെ വേണ്ട, ഒരു ഭാര്യ വെച്ച് കൂട്ടിയാൽ തന്നെ 12 ലക്ഷമാകും. പിന്നീട് കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടിയാൽ അതിനപ്പുറമാകും. അപ്പൊ വലിയൊരു 70-ൽ നിന്നും 7 ലക്ഷമല്ല 14 ലക്ഷം വരെ, അതിനേക്കാൾ വലിയൊരു സംഖ്യ അവിടെ വർദ്ധിച്ചു വരികയും. വാസ്തവത്തിൽ ഈ 12 ഗോത്രങ്ങൾക്കും അവരുടെ ഐഡന്റിറ്റിയും അവരുടെ വർധനവും ഉണ്ടാകുന്നത് കനാൻ ദേശത്ത് വെച്ചല്ല, മിസ്രൈമിൽ വെച്ചാണ്. അതുകൊണ്ട് അവർ തിരികെ മോശയാല് പുറപ്പെടുവിക്കപ്പെട്ട് വരുമ്പോൾ അവർക്ക് കൃത്യമായ ഈ ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവളാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ട് മോശയുടെ കാലശേഷം യോശുവയിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: 12 ഗോത്രങ്ങൾക്കും കൃത്യമായിരിക്കുന്ന ദേശം വിഭാഗിച്ചു കൊടുക്കണം. ശരിയാണല്ലോ? അതിൽ ലേവ്യർക്ക് മാത്രമേ ഒരു എക്സെപ്ഷൻ വെക്കുന്നുള്ളൂ. എങ്കിലും അവർക്കും പിന്നീട് ഭൂമി കൊടുക്കുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 12 ഗോത്രങ്ങൾ അവരുടെ ഐഡന്റിറ്റി. അതാരും അവരെ കുറിച്ച്, ഈ 12 ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം. കേട്ടോ, 49-ാമത്തെ അധ്യായത്തിലാണ് ഈ 12 ഗോത്രങ്ങളെ കുറിച്ചും പേരുകളും അവരുടെ പ്രത്യേകതകളും ഒക്കെ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി യോശുവയുടെ സമയം, വാഗ്ദത്ത കനാൻ ദേശത്തെത്തുന്നു, അതവർ കീഴടക്കുന്നു. വാഗ്ദത്ത കനാൻ ദേശം അവര് 12 വിഭാഗിച്ച് 12 ഗോത്രങ്ങൾക്ക് കൊടുക്കുന്നു. ലേവ്യർക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ. 12 ഗോത്രങ്ങൾക്കായിട്ട് അവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നു. മുന്നോട്ട് പോകുന്നു. ജഡ്ജസിന്റെ സമയം, ന്യായാധിപന്മാരുടെ സമയം ഓർക്കുന്നുണ്ടല്ലോ. ന്യായാധിപന്മാരാണ് അവർക്ക് വേണ്ടുന്ന ഭരണമൊക്കെ നിർവഹിക്കുന്നത്. പക്ഷേ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഡിമാൻഡ് പറയുകയാണ്, ഞങ്ങൾക്ക് രാജാവ് വേണം, കാരണം മറ്റുള്ളവർക്കും രാജാവുണ്ട്. അങ്ങനെ ആ ചരിത്രമാണ് പിന്നീട് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം എന്ന ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അതോടുകൂടിയാണ്. BCE ഇന്ന് BCE എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? അത് പഴയ പേരെങ്ങനെയായിരുന്നു? AD എന്നുള്ളതായിരുന്നു പഴയത്. പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നത് BCE. അതിന്റെ പൂർണ്ണ രൂപം ബിഫോർ കോമൺ ഇറ എന്നുള്ളതാണ്. ബിഫോർ കോമൺ ഇറ, ACE ആഫ്റ്റർ കോമൺ ഇറ എന്നുള്ളത്. അങ്ങനെ 2 പദങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ രാജാവിന് അവർക്ക് കിട്ടുക ആരായിരുന്നു? ശൗൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ശൗലായിരുന്നു ആദ്യത്തെ രാജാവ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ശൗല് ഇസ്രായേലിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ രാജാവല്ല. 2 ഗോത്രങ്ങളുള്ളൂ പുള്ളിയുടെ കീഴിൽ. ബാക്കി 10 ഗോത്രങ്ങളും പുള്ളിയുടെ ഭരണത്തിന് കീഴിലില്ല. 2 ഗോത്രങ്ങൾ മാത്രമാണ് ഈ ശൗലിന്റെ കീഴിലുള്ളത്. പിന്നീട് ശൗലിന്റെ പിൻഗാമിയായി വരുന്ന ദാവീദ് രാജാവിന്റെ സമയത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്രങ്ങളെയും രൂപീകരിച്ചിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രമായിട്ട് വരുന്നത്. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇതില് ആദ്യത്തെ
2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വാസ്തവത്തിൽ ഇവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം 12 ഗോത്രങ്ങൾ അടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന വലിയൊരു ശക്തിയായിട്ട് വരുന്നത് ഈ 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഈ ദാവീദ് രാജാവ് 12 ഗോത്രങ്ങളെ മടക്കി ഭരിച്ചു. ആ 12 ഗോത്രങ്ങൾക്കും ഈ രാജ്യത്തിനുമുള്ള തലസ്ഥാനമായിട്ട് യെരൂശലേമിനെ തിരഞ്ഞെടുത്തു. അറിയാമല്ലോ നിങ്ങൾക്ക്, അതിന് യെരൂശലേമാണ് പിന്നീട് അതിന്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതേ യെരൂശലേമിലാണ് പിന്നീട് ശലോമോൻ ദൈവാലയം പണിയുന്നത്. അവിടെ യെരൂശലേം അതിന്റെ ക്യാപിറ്റലായിട്ട് വന്നു. ദാവീദ് മരിക്കുന്നു. ദാവീദിന് ശേഷം ശലോമോൻ രാജാവാകുന്നു. ശലോമോന്റെ കാലഘട്ടമാണ് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ ശലോമോന്റെ കാലഘട്ടമാണ്, സുവർണ കാലഘട്ടം. അങ്ങനെ ഈ ഒരൊറ്റ രാഷ്ട്രം, ഇനി കേട്ടോടെ, ശ്രദ്ധിച്ചോടെ, ഒറ്റ രാഷ്ട്രം. ആകെ ആ ഒറ്റ രാഷ്ട്രത്തെ ഭരിച്ചത് 2 പേരേ ഉള്ളൂ, ദാവീദും ശലോമോനും. 70 വർഷമേ ആ ഭരണം ഉണ്ടായിരുന്നു. 70 വർഷം. വാസ്തവത്തിൽ 70 വർഷം മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാഷ്ട്രം ഉണ്ടായിരുന്നത്. 70 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം 2ആയിട്ട് പിളർന്നു പോയി. മറക്കരുത്, ഇത് ബേസിക്കാണ്. വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിന്റെ ബേസിക്കാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രമായിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ 2ആയിട്ട് പിളർന്നു മാറി. അതില് 2ആയിട്ട് വന്നിരിക്കുന്ന ഒന്ന് നോർത്തേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡം അതിന് ഇസ്രായേൽ എന്ന പേരിലും, നോക്കണേ, അതാണ് പേരിന്റെ വ്യത്യാസം. നോർത്തേൺ കിങ്ഡത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന പേരിലും സദേൺ കിങ്ഡത്തെ ജൂദ എന്ന പേരിലും. വ്യത്യാസം മനസ്സിലായോ? ഇല്ല. ഒറ്റ രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ. ആ ഇസ്രായേൽ പിളർന്നു. അടുത്ത ഞാൻ ഇതിന്റെ കാരണങ്ങൾ പറയാം, കുറ്റങ്ങളുണ്ട്, കാരണങ്ങൾ പറയാം. പക്ഷെ ഇത് മനസ്സിലാക്കണം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം 70 വർഷമേ നിലനിന്നുള്ളൂ. ശലോമോന്റെ മകൻ രെഹബെയാം അധികാരത്തിൽ വന്നപ്പോൾ അത് പിളർന്നു മാറി. പിളർന്നു മാറിയിട്ട് 2 രാഷ്ട്രങ്ങൾക്കും 2 പേരായി തീർന്നു. ഒന്ന് വടക്കേ രാഷ്ട്രം, വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്, വടക്കേ രാഷ്ട്രമെന്നും തെക്കേ രാഷ്ട്രമെന്നും. വടക്കേ രാജ്യം അല്ലെങ്കിൽ തെക്കേ രാജ്യം, വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങളൊരു പേര് നിങ്ങൾ ഓർക്കണം, വടക്കേ രാജ്യം അല്ലെങ്കിൽ തെക്കേ രാജ്യമെന്നും. അതിൽ ഇസ്രായേൽ എന്ന പേരിലും യഹൂദ എന്ന പേരിലും 2 രാജ്യങ്ങൾ ഉണ്ടായി. ന്യായാധിപന്മാർക്ക് ശേഷം വരുന്ന ആദ്യത്തെ രാജാവാണ് ശൗലായിരിക്കുന്നത്. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഈ 12 ഗോത്രങ്ങളെല്ലാം കൂടി സംഘടിച്ചു വരുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. ഒരവസരം വരുന്നത് ഏതാന്ന് വെച്ചാൽ ഒരു യുവതിയെ 12 കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ച് 12 ഇടങ്ങളിലേക്ക് കൊടുത്തയക്കുന്ന ചരിത്രം നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഒരു സ്ഥലത്ത് വെച്ച് അവൾ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് വെട്ടിമുറിച്ച് 12 കഷ്ണങ്ങളായിട്ട് 12 ഗോത്രങ്ങളിൽ കൊടുത്തയക്കും. അപ്പോൾ അവന്മാരെല്ലാം അവിടെ ഒരുമിച്ച് നമ്മുടെ ദേശത്ത് നടന്നല്ലോ എന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ മാത്രമേ അവർ സംഘടിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇവരെല്ലാം കൂടെ സംഘടിപ്പിക്കാനായിട്ട് ഒരാളില്ല. അതാണ് കുഴപ്പമെന്നുള്ളത്. ഇവർക്ക് ഒരു ഒറ്റ നേതാവില്ല. ഈ ജഡ്ജസ് ഉണ്ടാകുന്നു, ന്യായാധിപന്മാരുണ്ടാകുന്നു, അവർ ഏതെങ്കിലും ഒരു ദേശത്തിരിക്കുന്നു, അവരുടെ അടുക്കിലേക്ക് ആളുകൾ വരുന്നു, യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് യുദ്ധത്തിൽ പോകുന്നു ചെയ്യിക്കുന്നു. അതല്ലാതെ ഈ 12 ഗോത്രങ്ങളും ഒരുമിച്ചുള്ള ഒരേ ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഭവമില്ല. അതുകൊണ്ട് ശൗല് രാജാവായി കഴിഞ്ഞപ്പോ അവനോട് കൂടെ 2 ഗോത്രങ്ങളെ ഉള്ളൂ. എന്നുവെച്ചാൽ ആ 2 ഗോത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടാണ് അവൻ യുദ്ധത്തിന് പോകുന്നതും ജയിക്കുന്നതും ഒക്കെ. പക്ഷെ ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോ ദാവീദ് കുറെ കൂടി ക്ലവറാണ്. ദാവീദ് ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവൊക്കെ ആകാം. അത് നിങ്ങൾ ചരിത്രം ഓർക്കുന്നുണ്ടോ? കുറച്ച് ഡീപ്പാണത്. ഈ ദാവീദ് 2 ഗോത്രങ്ങളെ മാത്രം രാജാവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്, യഹൂദയുടെയും ബെന്യാമിന്റെയും. അത് കഴിയുമ്പോഴത്തേനുമാണ് ഈ ശൗല് മരിക്കുന്നത്. ശൗല് മരിച്ചു കഴിയുമ്പോഴത്തേനും ആൾക്കാരെല്ലാം കൂടെ ചെന്നിട്ട്, മറ്റു ഗോത്രക്കാരെല്ലാം കൂടെ ചെന്ന് ദാവീദേ, ഞങ്ങൾക്ക് രാജാവാകണം കേട്ടോ, നീ ഇങ്ങനെ 2 ഗോത്രങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ദാവീദ് ഡിമാൻഡ് ചെയ്തത്, ഞാൻ വരാം, പക്ഷേ ബാക്കി 10 ഗോത്രങ്ങൾ എന്റെ കൂടെ വരണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ദാവീദ് ഭരിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ശലോമോനും 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ഭരിച്ചു. അതിനൊരൊറ്റ ക്യാപിറ്റൽ, ഒറ്റ തലസ്ഥാനം, അത് യെരൂശലേം. ക്ലിയറായോ? ഇതുവരോട് എന്തെങ്കിലും സംശയം ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. ഇല്ലെങ്കിൽ അടുത്ത എന്തുകൊണ്ട് ഈ ഡിവിഷൻ ഉണ്ടായെന്നുള്ളതിലേക്ക് പോവുകയാണ്.
ഇല്ലെന്ന് വിചാരിക്കുന്നു. അടുത്തത്, എന്തുകൊണ്ട് ഇത് രണ്ടായിട്ട് പിളർന്നു മാറി? ഒറ്റ രാഷ്ട്രമായിരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സഹോദരന്മാരെ അടിവെച്ച് എന്തുകൊണ്ട് രണ്ടായിട്ട് പിളർന്നു മാറി? അതിന്റെ കാരണങ്ങളാണ്. ഒന്ന്, ഈ ശലോമോൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു നല്ല ഭരണാധികാരിക്കുന്നതല്ല. പുള്ളിക്ക് ഭയങ്കര ടാക്സേഷനാണ്, ഭയങ്കര പിരിവാണ്. ജനങ്ങളുടെ അടുത്ത് കണ്ടമാനിപ്പിച്ചു. കാരണം ഒത്തിരി ബിൽഡിങ്സ് പുള്ളി ഉണ്ടാക്കി, യെരുശലേം ദൈവാലയം ഉണ്ടാക്കി, രാജധാനി ഉണ്ടാക്കി, അതിന് ഈ ചുറ്റും മതിലുണ്ടാക്കി, ഇതിനെല്ലാം പൈസ വേണമല്ലോ. അതുകൊണ്ട് പുള്ളി ഒത്തിരി ടാക്സ് ഏർപ്പാടാക്കി. പക്ഷെ ജനങ്ങൾക്ക് അത് വലിയ ഭാരമായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ ശലോമോൻ മരിച്ചു കഴിയുമ്പോൾ ഉടനെ മകൻ കേട്ടു എന്ന് പറയുന്നത്, നിന്റെ അപ്പൻ ഭാരമുള്ളതൊക്കെ ഞങ്ങളുടെ മേൽ വെച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മുഖമൊക്കെ ഒന്ന് ഇളച്ചു തരണം എന്ന് പറയുന്നത് ആ ചരിത്രമാണ്. അതായത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഈ ഇസ്രായേലിലെ സാധാരണക്കാരെ നിർബന്ധിച്ച് ജോലി എടുപ്പിച്ചു. നിർബന്ധിച്ചു, നാളെ വന്നേക്കണം, ഇവിടെ കല്ല് പെറുക്കാൻ വന്നേക്കണം, ദൈവാലയത്തിന് പണിക്ക്, കൊട്ടാരത്തിന്റെ പണിക്ക്. ഇത് ശലോമോൻ നിയമമാക്കി കഴിഞ്ഞപ്പോൾ അതും പ്രശ്നമായി മാറി. അടുത്തത്, ഈ യഹൂദ എന്ന് പറയുന്ന ഗോത്രം, സത്യോടെ യഹൂദ എന്ന് പറയുന്ന ഗോത്രത്തിന് മറ്റു 11 ഗോത്രങ്ങളെക്കാൾ കുറച്ചുകൂടി അധികാരം വന്നു. കാരണം യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ദാവീദ് രാജാവായിരിക്കുന്നത്. അപ്പൊ യഹൂദ ഗോത്രക്കാരോടാ, ഞങ്ങളുടെ ഗോത്രക്കാരനാണ് ഇപ്പൊ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് നീക്കിയതുകൊണ്ട് എനിക്ക് നിനക്കൊക്കെ തരും. ഇത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. നമ്മുടെ ഒരാൾ തരും, പിന്നെ എന്റെ ആളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ആ സിസ്റ്റം. അന്ന് യഹൂദ ഗോത്രക്കാരും പറഞ്ഞു, ബാക്കി 11 ഗോത്രക്കാരോടും പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇപ്പൊ ഭരണത്തിലിരിക്കുന്നത്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരുന്നാൽ നിനക്ക് കൊള്ളാം. അത് മറ്റുള്ളവർക്ക് ഒരു ക്ഷീണമായി മാറി. അടുത്ത, ഈ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അന്നേ അവരുടെ മനസ്സിലുണ്ട്. ഈ പിളർപ്പ് മുൻപ് തന്നെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അന്നേ ഉണ്ട്. ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ മഹാടെ തന്നെ ഹൈ റേഞ്ച് എന്നും ലോ റേഞ്ച് എന്നും ഒരു അങ്ങനെ സത്യത്തിൽ ഇല്ല. അതാണ് വാസ്തവം. അങ്ങനെ സത്യത്തിൽ ഇല്ലെങ്കിൽ പോലും അവർ ഹൈ റേഞ്ചുകാര്, നമ്മൾ ലോ റേഞ്ചുകാര്, ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു ഡിവിഷനാണ്. നമ്മുടെ മഹാടെ അങ്ങനെ ഒരു ഡിവിഷൻ വെച്ചിട്ടില്ല. ഹൈ റേഞ്ചുകാർക്ക് ഇത്ര കൗൺസിൽ മെമ്പേഴ്സ്, ലോ റേഞ്ചുകാർക്ക് ഇത്ര കൗൺസിൽ, അങ്ങനെ ഒരു ഡിവിഷൻ വെച്ചിട്ടില്ല. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്. എന്ന് പറഞ്ഞോട്ടെ, ഒരു ഡിവിഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശലോമോന്റെ മകനായിരിക്കുന്ന രഹബയാം പറഞ്ഞു, എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ളതൊക്കെ വെച്ചു, പക്ഷേ എന്റെ അപ്പന്റെ നടുവിനേക്കാൾ വലുതായിരിക്കും എന്റെ ചെറുവരുത്. എന്ന് വെച്ചാൽ ഇനിയും ഞാൻ നിങ്ങളുടെ പേര് ഭാരം വെക്കും എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ബാക്കിയുള്ളത് വിടുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ മൂത്ത് ശലോമോന്റെ മകനായിരിക്കുന്ന രഹബയാമിന്റെ സമയത്ത് അത് പിളർന്ന് രണ്ടായിട്ട് മാറുന്നു. 2 ഗോത്രങ്ങൾ, അതായത് നോർത്തേൺ കിങ്ഡം, 2 രാജ്യങ്ങൾ ഉണ്ടാവുകയാണ്. 2 രാജ്യങ്ങൾ പിറവിയെടുക്കുന്നു. അതിൽ നോർത്തേൺ കിങ്ഡത്തിനെയാണ് ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. അവിടെ 10 ഗോത്രങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ 10 ഗോത്രങ്ങൾ: രൂബൻ, സിമിയോൻ, ഇസ്സഖാർ, സെബൂലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, എഫ്രയീം, മനശ്ശെ. ഇങ്ങനെ 10 ഗോത്രങ്ങൾ കൂടി ഒരു രാഷ്ട്രം. അതിന്റെ പേരാണ് ഇസ്രായേൽ. ആ വിവരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 1 രാജാക്കന്മാർ 11-ാം അധ്യായം 31 മുതൽ 35 വരെയും 12-ാം അധ്യായം 16 മുതൽ 20 വരെയും വായിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം എങ്ങനെ ഉണ്ടായിരുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 രാജാക്കന്മാർ 11, 31 മുതൽ 35 വരെ, 12, 16 മുതൽ 20 വരെ. ഈ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ രാജാവായിരുന്നു യൊരോബെയാം. യൊരോബെയാം എന്ന് പറയുന്ന ഒരാളായിരുന്നു അവരുടെ ആദ്യത്തെ രാജാവ്. സ്വാഭാവികമായിട്ടും അതിനൊരു പുതിയൊരു തലസ്ഥാനം വേണമല്ലോ, പുതിയ രാഷ്ട്രമല്ലേ. അതുകൊണ്ട് ശെഖേം ആയിരുന്നു ആദ്യത്തെ അവരുടെ തലസ്ഥാനം, ശെഖേം. പിന്നീട് ആ ക്യാപിറ്റല് അവർ മാറ്റി ശമരിയ എന്ന് പറയുന്ന പുതിയൊരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി. ശമരിയ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി. അവിടെ 19 രാജാക്കന്മാർ ഭരിച്ചു. ആ രാജ്യത്തിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ 19 രാജാക്കന്മാർ ഭരിച്ചു. ഏതാണ്ട് 200-210 വർഷമേ ആ രാജ്യം നിലനിന്നുള്ളൂ. അതിനുശേഷം അത് തകർന്നു. അതാണ് പ്രവാസത്തിന്റെ ആദ്യഘട്ടം. അതാണ് ഈ നോർത്തേൺ കിങ്ഡം. ഇനി സദേൺ കിങ്ഡം, അതിന്റെ പേരാണ് യഹൂദ. വേദപുസ്തകത്തിൽ പറഞ്ഞാൽ യഹൂദ രാഷ്ട്രം. യഹൂദ രാഷ്ട്രത്തിലെ ആകെ 2 ഗോത്രങ്ങളേ ഉള്ളൂ. അതൊന്ന് യഹൂദയും പിന്നൊന്ന് ബെന്യാമീനും. ഈ 2 ഗോത്രങ്ങളുള്ളൂ. അപ്പൊ ആകെ 12 ഗോത്രങ്ങൾ. മറ്റേടത്ത് 10 ഗോത്രം, ഇവിടെ 2 ഗോത്രം. അങ്ങനെ
അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1 രാജാക്കന്മാർ 12-ാം അധ്യായം 20-21, 2 ദിനവൃത്താന്തം 11-12 മുതൽ 17 വരെ വായിച്ചാൽ ഈ ചരിത്രം എങ്ങനെയാണ് യഹൂദ രാഷ്ട്രം ഉണ്ടായത് എന്ന ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ശലോമോന്റെ മകനായിരിക്കുന്ന രെഹബ്യാം അവരുടെ ആദ്യത്തെ രാജാവ്. പതിവ് പോലെ യെരൂശലേം തന്നെയാണ് അവരുടെ തലസ്ഥാനം. അതില് 20 രാജാക്കന്മാർ ഭരിച്ചു. അവിടെ 20 രാജാക്കന്മാർ ഭരണം നടത്തി. മറ്റേ രാഷ്ട്രത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി വർഷം നിലനിന്നു. 350 വർഷം നിലനിന്നു. മറ്റേത് 200-210 വർഷം നിലനിന്നുള്ളൂ. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി 350 വർഷങ്ങൾ നിലനിന്നു. ഇപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓർക്കുക, 2 രാഷ്ട്രങ്ങളുണ്ട്. ഇസ്രായേലുണ്ട്, യഹൂദായുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വേദോസിൽ ഒറ്റ വായനയിൽ നമുക്കത് ഒറ്റ രാഷ്ട്രമായിട്ട് തോന്നുന്നത് അങ്ങനെയല്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ ചരിത്രമാണ് കേട്ടോ വരുന്നത്. 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും വായിക്കുമ്പോൾ ഈ ചരിത്രമാണ്, ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ ചരിത്രമാണ് വായിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണേ, എന്നാൽ ദിനവൃത്താന്തങ്ങളിലേക്ക് എത്തുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് യഹൂദ രാജാക്കന്മാരെ കുറിച്ച് മാത്രം പറയുന്ന പുസ്തകം. അവിടെ ഇസ്രായേൽ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 രാഷ്ട്രങ്ങളുണ്ടായി. ഈ 2 രാഷ്ട്രങ്ങളെയും കുറിച്ച് ഒരുമിച്ച് പറയുന്ന പുസ്തകങ്ങളാണ് 1 രാജാക്കന്മാരും 2 രാജാക്കന്മാരും. പക്ഷേ യഹൂദയിലെ രാജാക്കന്മാരെ കുറിച്ച് മാത്രം പറയുന്ന പുസ്തകമാണ് 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും. അതിനകത്ത് മറ്റവരെ കുറിച്ച് പറയുന്നില്ല. ഇനി ഈ ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് വേണം എന്നുള്ളതാണ് ഓർമ്മ വെക്കേണ്ടത്. ഇനിയാണ് നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഇതുവരെ അവരുടെ ചരിത്രം, ബേസിക് ചരിത്രമാണ് പറയുന്നത്. ഇനി 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. പ്രവാസ ചരിത്രം. എന്താണ് പ്രവാസം? ഒന്ന്, പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് ആദ്യം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താ? ആളൊരു പ്രവാസിയാന്ന് പറഞ്ഞാൽ കേട്ടില്ല. ജീവിക്കാൻ വേണ്ടി വേറൊരിടത്ത് പോകേണ്ടി വന്നവരാണ്. അതാണ് നമ്മൾ പ്രവാസി എന്നുള്ളത് പറയുന്നത്. പ്രവാസം എന്ന വേദപുസ്തക ചരിത്രം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രവാസം എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അവരിപ്പോ വേറൊരു ദേശത്താണ് താമസിക്കുന്നത്. അവർ അങ്ങനെ ഒന്നുകിൽ ഫോഴ്സ് ചെയ്ത് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ സ്വമേധയാ പോകേണ്ടി വന്നു. അവർ സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്ത് താമസിക്കുന്നതിനാണ് പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇസ്രായേലിന്റെ പ്രവാസം എന്ന് പറയുന്നത് 2 രാഷ്ട്രങ്ങൾക്ക് സംഭവിച്ചു. ഇസ്രായേലിനും സംഭവിച്ചു, യഹൂദായ്ക്കും സംഭവിച്ചു. ആദ്യ പ്രവാസം സംഭവിക്കുന്നത് ഇസ്രായേലിനാണ്, അഥവാ നോർത്തേൺ കിങ്ഡത്തിനാണ്. അവരെ അസീറിയക്കാർ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം 2ാമത്തെ പ്രവാസം സംഭവിക്കുന്നത് യഹൂദായ്ക്കാണ്. അവരെ ബാബിലോണിയക്കാർ പിടിച്ചുകൊണ്ടുപോയി. ഇതാണ് പ്രവാസം. പ്രവാസത്തിന്റെ ബേസിക് ഒറ്റ നോട്ടത്തിൽ എന്താണ് പ്രവാസം എന്ന് പറഞ്ഞാൽ, 2 രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. ആ 2 രാഷ്ട്രങ്ങളെയും ശത്രു രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള ജനങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇവിടെയുള്ള മണ്ണ് നശിപ്പിച്ചു, മരങ്ങൾ നശിപ്പിച്ചു, വെള്ളം നശിപ്പിച്ചു, ആലയം നശിപ്പിച്ചു, വൃക്ഷങ്ങൾ നശിപ്പിച്ചു, എല്ലാം തകർത്ത് തേക്കുമാക്കി തീയും വെച്ചിട്ട് അവരിവിടെയുള്ള ആളുകളെല്ലാം പിടിച്ചുകൊണ്ട് അവരുടെ ദേശത്തേക്ക് പോയി. ഇതാണ് പ്രവാസം. അതിന്റെ ഒറ്റ നോട്ടം. ഇതിൽ ആദ്യത്തെ പ്രവാസം സംഭവിക്കുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനാണ്. അത് സംഭവിക്കുന്നത് BCE 722-ലാണ്. അസീറിയക്കാരുടെ ആക്രമണമാണ് സംഭവിക്കുന്നത്. അസീറിയ, നമുക്കറിയാം, ഈ പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു രാഷ്ട്രം സമാധാനത്തോടെ കഴിഞ്ഞു പോകുന്നു, വേറൊരു രാഷ്ട്രം അവരെ കയറി ഒരു കാര്യമില്ലാതെ ആക്രമിക്കുന്നു, അവിടെ ഉള്ളതെല്ലാം കൊള്ളയടിക്കുന്നു, നല്ല ജനങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് അവർ പോകുന്നു. അതാണ് പഴയ കാലത്തെ ചരിത്രം മുഴുവൻ. ഇന്ന് അതിന് പുതിയ രൂപവും ഭാവമാണെന്ന് മാത്രം. ഇപ്പോ അമേരിക്ക കയറി വേറൊരു രാജ്യത്തെ ആക്രമിച്ചാലും അതിന് പിന്നെ കൃത്യമായ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പണ്ട് ഈ ആക്രമണം സർവ്വസാധാരണമായിരുന്നു. അസീറിയ എന്ന് പറയുന്ന അന്നത്തെ ഒരു രാജ്യം ഇന്നില്ല. ഇന്ന് അസീറിയ എന്ന് പറയുന്ന രാജ്യമില്ല. അന്നത്തെ അസീറിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ്, സിറിയ, തുർക്കി, അതോടൊപ്പം ഇറാന്റെ കുറച്ച് പ്രദേശങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരൊറ്റ രാജ്യമായിരുന്നു. അതാണ് അസീറിയ എന്നറിയപ്പെടുന്നത്. ഇന്ന് അസീറിയ ഇല്ല. പകരം ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളാണ് ഉള്ളത്. അവര് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ആക്രമിച്ചതിന്റെ ചരിത്രമാണ് 2 രാജാക്കന്മാർ 17-ാം അധ്യായവും ഹോശേയ പ്രവചനം 5-ാമത്തെ അധ്യായവും ആമോസ് പ്രവചനം 6-ാമത്തെ അധ്യായവും നമുക്ക്
രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ. ഈ ചരിത്രം അസീറിയ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തങ്ങളുടെ രാജ്യത്തേക്ക് പിടിച്ചു കൊണ്ടുപോയതിന്റെ ചരിത്രമാണ് ഈ വേദഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ രാജാക്കന്മാരായിരുന്നു തിഗ്ലത്-പിലേസറും ശൽമനേസർ അഞ്ചാമനും അതോടൊപ്പം സർഗോയും. ഇവരായിരുന്നു ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. മാത്രമല്ല, ഈ ശമരി എന്ന് പറയുന്ന ഈ തലസ്ഥാനം അവരതിനെ നിരോധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഈ അസീറിയക്കാര് പിടിച്ചുകൊണ്ടുപോയതാണ് 2 രാജാക്കന്മാർ 17-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെത്ര ഗോത്രങ്ങളായിരുന്നു? 10 ഗോത്രങ്ങൾ. ഈ 10 ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ടുപോയ ഇതിൽ ഏറ്റവും ഒരു നമ്മുടെയൊക്കെ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 10 ഗോത്രങ്ങളെയും അസീറിയയിലേക്ക് പിടിച്ചുകൊണ്ട് പോയതോടുകൂടി ആ 10 ഗോത്രങ്ങളും ഇല്ലാതെയായി. ചിന്തിക്കാൻ പറ്റുമോ? ആ 10 ഗോത്രങ്ങളും ഇല്ലാതെയായി. ഒരു സംഘടിത ഗോത്രങ്ങൾ എന്ന നിലയിൽ ആ 10 ഗോത്രങ്ങളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്കൊരു പേരുണ്ട്, ദ 10 ലോസ്റ്റ് ട്രൈബ്സ് ഇൻ ഇസ്രായേൽ എന്ന് അവർക്കൊരു പേരുണ്ട്. നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ എന്ന് അവരെ പൊതുവായിട്ട് വിളിക്കുന്നുണ്ട്. ഓർക്കണം, ഇസ്രായേൽ ജനതയാണ്, എന്നുവെച്ചാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. പക്ഷെ അവര് നഷ്ടപ്പെട്ടു പോയി 10 ഗോത്രങ്ങൾ, 10 ലോസ്റ്റ് ട്രൈബ്സ്. എന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തു. ഈ അസീറിയ രാജാവ് വേറൊരു കാര്യം കൂടി ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേരെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചു. എവിടെ? ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് താമസിച്ചു. കാരണം ഇനി ഇവിടെ ഇവർ വളർന്നു ഒരു രാഷ്ട്രമായി തങ്ങൾക്ക് ഭീഷണിയാകരുത്. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചു. ശമരിയിലായിരുന്നു അവർ കൂടുതലും താമസിച്ചത്. അങ്ങനെ ഇവൻച്വലി അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അപ്രത്യക്ഷമായി, നഷ്ടപ്പെട്ടു. പിന്നെ ഒരു രാഷ്ട്രം, പിന്നെ ആ രാഷ്ട്രമേ ഉണ്ടായിട്ടില്ല, ഇല്ല. അടുത്ത ഈ 10 ലോസ്റ്റ് ട്രൈബ്സ്, നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അവര് ഞാൻ പറഞ്ഞതുപോലെ അസീറിയയിലേക്ക് ഒരു നാട് കടത്തപ്പെട്ടു. അസീറിയയിലെ വിവിധ ഭാഗങ്ങളിൽ, അതാണ് രസകരം എന്നുള്ളത്, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അവർ കുടിയിരുത്തിയില്ല. അവര് പല പല സ്ഥലങ്ങളിലായിട്ട് അവരെ കൊണ്ട് താമസിച്ചു. എന്തുകൊണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ? അവിടെയും അവരൊരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നത്. ഒറ്റ ദേശത്ത് താമസിച്ചു കഴിഞ്ഞാൽ അവരൊരു ശക്തിയായിട്ട് ഉയർന്നു വരും. അങ്ങനെ വരരുത് എന്നുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിൽ അവരെ താമസിപ്പിക്കുന്നു. ക്രമേണ അവർക്ക് അവരുടെ ഐഡന്റിറ്റി നഷ്ടമായി. നമ്മുടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് അവരുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം നഷ്ടമായി. കാരണം എന്താ വെച്ചാൽ അവർ താമസിച്ച ഇടങ്ങളിലേക്ക് അവർ വിവാഹത്തിന് കൊടുത്തു, അവിടെ നിന്നും അവർ വിവാഹത്തിന് എടുത്തു. ഫലത്തിൽ ഇസ്രായേൽ മിക്സഡ് കമ്മ്യൂണിറ്റിയായി മാറി. ജാതികളുമായിട്ട് സങ്കലനത്തിലൂടെ മിക്സഡ് ആയി മാറി. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഐഡന്റിറ്റി അവർക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, they were absorbed into surrounding cultures. ഇസ്രായേലിന്റെ കൾച്ചറൊക്കെ നഷ്ടപ്പെട്ട് മറ്റ് ജാതികളുടെ കൾച്ചറുമായിട്ട് അവർ ചേർന്ന് അവരുടെ വ്യക്തിത്വം തന്നെ അവർ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അത് ഏറ്റവും ലാസ്റ്റ് ഐഡന്റിറ്റി ഓഫ് ഇസ്രായേൽ കണ്ടിന്യൂഡ് ത്രൂ ജൂദ ആൻഡ് ബെഞ്ചമിൻ. എങ്കിലും ഈ 10 ഗോത്രങ്ങളിലെ അവശേഷിക്കുന്ന കുറച്ച് ആളുകൾ അവിടെ ഞാനത് പിന്നീട് പറയാം. ആ ആളുകള് അവരുടെ ഐഡന്റിറ്റി പതുക്കെ ഈ ബെഞ്ചമിൻ ഗോത്രത്തിലേക്കും യഹൂദ ഗോത്രത്തിലേക്കും ഒക്കെ നൽകി. അവരുടെ പഴയ ഐഡന്റിറ്റി മറന്നുകൊണ്ട് ഈ 2 ഗോത്രങ്ങളിലേക്ക് അവർ കുടിയേറുന്ന ഒരു ചരിത്രം കൂടി ഇവർക്ക് സംഭവിച്ചു. ഇതിന്റെ ഇപ്പോഴത്തെ ചരിത്രമുണ്ട് കേട്ടോ. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിലെയും ഇപ്പോഴത്തെയും ചില ചരിത്രങ്ങൾ പറയുമ്പോൾ ഭയങ്കര രസകരമാണ്. എന്ന് വെച്ചാൽ ഈ 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു, 10 ലോസ്റ്റ് ട്രൈബ്സ് നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ടു എന്ന് പറയുമെങ്കിലും ഇവരെവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ 10 ഗോത്രങ്ങളും എവിടെയൊക്കെയോ ഉണ്ട്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഈ യേശു കുഞ്ഞിനെ അവര് മാതാപിതാക്കന്മാരെ യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായിരിക്കുന്ന എന്ന് പറഞ്ഞു. അവിടെ ആശേർ ഗോത്രം നോക്കാം. അപ്പൊ ഈ ഗോത്രം പോയതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പറയുന്നു ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ട്, പക്ഷെ ഒരു സംഘടിതമായ ഗോത്ര രീതിയിലല്ല. എവിടെയൊക്കെ അവിടെ ഇതൊക്കെ ഇവർ അവശേഷിക്കുന്നുണ്ട്. വീണ്ടും ഈ നഫ്താലി ഗോത്രത്തെ കുറിച്ച് ബെഞ്ചമിൻ ഗോത്രം
പിന്നീട് വന്നതാണോ അതോ ഈ എക്സൈലിന്റെ പീരീഡിൽ തന്നെ അവർക്ക് എക്സൈലിന്റെ പീരീഡ് തന്നെ അതായത് അതിനെക്കുറിച്ചും നമ്മൾ ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തില് ഈ നമ്മുടെ ആചരണത്തിലുള്ള പെസഹ ആചരണത്തിന്റെ സമയമാകുമ്പോഴത്തേനും അവര് വന്ന് ഇവരോടൊപ്പം ചേരുന്നുണ്ട്. ഈ വലിയ പെസഹ ആചരണം യഹോശാഫാത്ത് രാജാവിന്റെ സമയത്ത് വലിയൊരു പെസഹ, ദിവസം പറയുന്നത് അങ്ങനെ ഒരു പെസഹ ആചരണം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത്. ആ പെസഹ ആചരിക്കാനായിട്ട് ഈ ഗോത്രങ്ങളിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. വന്ന് പിന്നീട് ഇവരുടെ ഒപ്പം കൂടി ഇവരിൽ ഒരാളായിട്ട് തീർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ചരിത്രം ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോഴത്തേനും യഹോശാഫാത്ത് രാജാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത് അത് എക്സൈലുമായി ബന്ധപ്പെട്ടാണ്. എക്സൈലിന്റെ തൊട്ട് അവരുടെ എക്സൈൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോഴും യഹൂദ രാഷ്ട്രം ഉണ്ട്. അത് മനസ്സിലാക്കണേ. അതാണ് ബേസിക്. സോറി, അത് ഞാൻ പറയേണ്ടിയിരുന്നു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതായപ്പോൾ പോലും യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രം 210 വർഷമേ നിന്നുണ്ടെങ്കിൽ യഹൂദ രാഷ്ട്രം 350 വർഷം 150 വർഷം കൂടുതൽ നിന്നിട്ടുണ്ട്. അപ്പൊ മറ്റൊന്നെല്ലാം കൈകെട്ടി നോക്കി ഇന്ന് കാണുന്നത് എന്റെ സഹോദരന്മാരായ 10 പേർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് അവർ കാണുന്നുണ്ട്. പക്ഷെ ചിലർ അവരുടെ കൊടുത്ത് പിന്നീട് കൂടുന്നുണ്ട്. ഇത് ഈ പിന്നീട് സംഭവിച്ചത് നഫ്താലി ഗോത്രത്തെ കുറിച്ച് മത്തായി സുവിശേഷം 4-ാം അധ്യായം 13-15 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നഫ്താലി ഗോത്രത്തെ കുറിച്ച്. സെബൂലൂൻ ഗോത്രത്തെ കുറിച്ചും 4-ാം അധ്യായം 13-15 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ഏറ്റവും രസം, സാക്ഷാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന്. ശരിയല്ലേ? അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമർ 11:1-ലും ഫിലിപ്പിയർ 3:5-ലും. പുള്ളി പറയുന്നത് എന്റെ ഐഡന്റിറ്റി അതാണ്, ഞാൻ സാക്ഷാൽ ബെന്യാമീൻ ഗോത്രക്കാരനാണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, എവിടെയൊക്കെയോ ഉണ്ട്. ഈ പൂർണ്ണമായിട്ടും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ എവിടെയൊക്കെ ഇത് ഉണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നില്ല. ആ ചരിത്രവും നമുക്ക് വേറെ ഒരിടത്തും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അംശങ്ങളുണ്ട്, എവിടെയൊക്കെ അവശേഷിപ്പുകൾ, എവിടെയൊക്കെ എവിടെയൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 12 ഗോത്രങ്ങളും ഉണ്ട്, പക്ഷെ ഒരു സംഘടിത രീതിയിലല്ല, എവിടെയൊക്കെയോ അവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത് ഈ 12 ഗോത്രങ്ങളും പിന്നെ ഒരുമിച്ച് വരും എന്നുള്ളൊരു വാക്തത്വം കൊടുക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് ഇന്ന് ഇവരെ വിളിക്കുന്ന 10 ലോസ്റ്റ് ട്രൈബ്സ് അല്ല വിളിക്കുന്നത്, മറിച്ച് ഇവരെ വിളിക്കുന്നത് ദി സ്കാറ്റേർഡ് നോർത്തേൺ ട്രൈബ്സ്. സ്കാറ്റേർഡ്, ചിതറിക്കപ്പെട്ട 10 ഗോത്രങ്ങൾ എന്നാണ് ഇന്ന് ഇവരെ വിളിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഭാഷയാണത്. ഇന്ന് രസം, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണും. മണിപ്പൂരിൽ നിന്നും ഒരു ഗോത്ര വിഭാഗം വായിച്ചു നിങ്ങളത്. മണിപ്പൂര്, നമ്മുടെ ഇന്ത്യയില് മണിപ്പൂരിലെ മനുഷ്യഗോത്രം, മണിപ്പൂരിലെ അത് കുറെ നാളായിട്ടുള്ള ഒരു പണം വരുന്നേ. മണിപ്പൂരിലെ ഒരു വിഭാഗം ജനത, ആ ജനതയ്ക്ക് അവരുടെ DNA ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും അവർ മനസ്സേ ഗോത്രത്തിന്റെ പിന്തലമുറക്കാരാണ് എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് ഒരു പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇസ്രായേൽ അവർക്ക് ഓഫർ കൊടുത്തു, നിങ്ങൾ തിരിച്ചു വരിക, വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ ഭൂമിയെല്ലാം ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഓഫർ കൊടുത്തു. അങ്ങനെ കുറച്ച് പേര് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോയതിന്റെ ഒരു ചരിത്രം. ഇത് കുറച്ച് നാളായിട്ടുള്ളതാണ്. ഈ ടെസ്റ്റും ഈ DNA ടെസ്റ്റും അവരെ കുറിച്ചുള്ള പഠനങ്ങളും എല്ലാം അവര് ദീർഘനാളായിട്ട് ഇസ്രായേൽ നടത്തി വരുന്ന ഒരു ചരിത്രമാണ്. അതിന്റെ വാർത്ത എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്ലാസ്സിന് ശേഷം ഞാനത് ഷെയർ ചെയ്ത് തരാം. ആ വാർത്ത ഈ മനുഷ്യബോധം അങ്ങനെ ഒരു കേരളത്തിലും ഈ പറയുന്ന ആളുകൾ നമ്മുടെയൊക്കെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഏത് ഗോത്രത്തിൽ വരും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെക്കാളും കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ് ഇസ്രായേൽ. അവർക്ക് ഏതാണ്ട് കുറച്ച് ഐഡിയസ് ഒക്കെ ഉണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. അവർക്ക് ഐഡിയസ് ഒക്കെ ഉണ്ട്. രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മുന്നോട്ട് പറയാം. അടുത്ത്, എന്തുകൊണ്ട് അസീറിയക്കാരെ ആക്രമിച്ചു? അസീറിയ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു? ഒന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ ഈ രാജ്യവ്യാപനം, ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിച്ച് അവരെ കൂട്ടത്തിൽ കൂട്ടി കഴിയുമ്പോൾ പിന്നീട് അതൊരു എംപയറായി മാറുകയാണ്. കിങ്ഡം അല്ല, എംപയറായിട്ട് മാറുകയാണ്, വലിയൊരു സാമ്രാജ്യമായിട്ട് മാറുകയാണ്. അതായിരുന്നു പഴയ കാലത്തെ രാജ്യങ്ങളെല്ലാം രീതി എന്ന് പറയുന്നത്. ഈ ഇസ്രായേൽ ആകട്ടെ അസീറിയക്കെതിരെ അവർ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട്
ഈജിപ്തിനോട് എന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിതാ യുദ്ധത്തിന് പോവാണെന്ന് പറയുന്നു. അതെല്ലാം ഈ അസീറിയക്കാരെ ചൊടിപ്പിച്ച കാര്യങ്ങളാണ്. ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം പറയുന്നു അന്യദൈവാരാധനയാണ് ഇതിനെല്ലാത്തിനും കുഴപ്പമുണ്ടാക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്യദൈവാരാധനയാണ്. യഹൂദ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് യഹോവയായിരിക്കുന്ന ദൈവം ഉണ്ടായിരിക്കെ അവർ അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചുകൊണ്ട് ദൈവം അവരെ മറന്നു കളഞ്ഞു. ഇതാണ് വേദപുസ്തകം പറയുന്ന ചരിത്രം എന്ന് പറയുന്നത്. അടുത്ത ഇപ്പോ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്ന ചരിത്രം രണ്ട് വാക്കുകളിൽ ഞാൻ ആവർത്തിക്കാം. 12 ഗോത്രങ്ങളായിരുന്ന ഇസ്രായേൽ ജനത രണ്ടായിട്ട് പിളർന്ന്, സഹോദരന്മാർ തമ്മിൽ അടിച്ച് രണ്ടായിട്ട് പിളർന്ന് വടക്ക് രാജ്യമെന്നും തെക്ക് രാജ്യമെന്നും പിളർന്നു മാറുന്നു. ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ എന്ന് പിളർന്നു മാറുന്നു. അതിൽ ഇസ്രായേൽ ആദ്യം 210 വർഷം കഴിഞ്ഞപ്പോൾ ആക്രമിക്കപ്പെട്ടു. അവരെ അസീറിയക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം ഇല്ല, അത് നഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. അപ്പോഴും മറ്റേ ചേട്ടൻ മീശയൊക്കെ പിരിച്ച് ഗമയോടെ നിൽപ്പുണ്ട്. പിന്നെയും 150 വർഷം. അവരുടെ പേരാണ് യഹൂദ. ഓ താങ്ക് യു, നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും ഇതിനുള്ള ക്ലിയറായല്ലോ, ഇല്ലെങ്കിൽ ചോദിക്കാം. ഇനിയാണ് വേദോത്സവം ഏറ്റവും കൂടുതൽ പറയുന്ന ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ അസീറിയൻ പ്രവാസത്തെ കുറിച്ച് വേദോത്സവം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ബാബിലോണിയൻ പ്രവാസം ഇതിന് മുഴുവൻ വേദോത്സവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇതുവരെയുള്ള മനസ്സിലായോ? അടിസ്ഥാനപരമായ കാണുമ്പോഴത്തേക്ക് സ്പിരിച്വൽ റീസൺസ് അതിന് ശരിയാണ്. അതിനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് അതാണ് കൂടുതൽ ദഹിക്കുന്നത്. ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ. കാരണം ബേസിക് ആയിട്ടും നമുക്കൊരു രക്ഷകനാകുന്ന ദൈവം ഉണ്ടായിരുന്നു, യുദ്ധവീരനായിരിക്കുന്ന ദൈവം ഉണ്ടായിരുന്നു, സൈന്യങ്ങളുടെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൈവത്തെ അവർ മറന്നിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് മുമ്പിൽ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പതിയെയാണ് ദൈവം മാറുന്നത്. അല്ലാതെ ഒറ്റയടിക്കല്ല മാറുന്നത്. ദൈവം പ്രവാചകന്മാരുടെ മുന്നറിയിപ്പ് കൊടുക്കുന്നു, കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പക്ഷെ അതിനെല്ലാം അവഗണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഈ ശത്രു രാജ്യത്തെ അനുവദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവര് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നമുക്ക് ശരിക്കും നമ്മുടെ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് ദഹിക്കുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷെ പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏതൊരു രാഷ്ട്രത്തിന്റെ ആഗ്രഹമാണ് അയൽക്കാരെ ആക്രമിക്കുക, അവരെ കീഴ്പ്പെടുത്തുക, എന്നൊരു വലിയൊരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അത് തന്നെയാണല്ലോ ഇംഗ്ലണ്ടും ഒക്കെ ചെയ്തത്. ഈ ലോകം മുഴുവൻ ബോളിനെയൊക്കെ ഉണ്ടാക്കി നടന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും വേദോത്സവം വായിക്കുമ്പോഴത്തേക്കും ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ദൈവം അവരെ അനുവദിച്ചു കൊണ്ടുള്ളതാണ്. ഈ വടക്ക് തെക്ക് യോർദാൻ ശരിക്കും വന്നിരുന്നത് വടക്കേ രാജ്യത്തിൽ യോർദാൻ നദിയാണ് അവരുടെ പാർട്ടീഷന്റെ ഒരു അതിരുന്ന് വരുന്നത്. ഇല്ല. പക്ഷെ ആ യോർദാൻ ഇപ്പറേ ഗോത്രങ്ങൾ താമസിക്കുന്നുണ്ട്. അവര് നോർത്തേൺ ഇംഗ്ലണ്ടിൽ. അപ്പൊ ശരിക്കും യോർദാൻ എന്ന് പറയുന്നത് അതിലല്ല. ഇതിലിപ്പോ ആൾക്കാർ അതിന് പെർമിഷൻ കഴിച്ചാണ് അവരോട് 2 ഗോത്രങ്ങൾ താമസിക്കുന്നത്. അതോ ശരിക്കും വേദോത്സവം വായിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നു. അവർ യുദ്ധത്തിന് പോകാതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അറിയാലോ, യോശുവോട് പറഞ്ഞിട്ട് അനുവാദം കഴിച്ചിട്ടാണ് അവരിവിടെ താമസിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അവർ അവിടെ പോയി കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടാണ് അവരിവിടെ തിരിച്ചു വരുന്നത്, ഇവിടെ സെറ്റിൽ ആകുന്നത്. ഇസ്രായേലിന്റെ പാർട്ടീഷന്റെ സമയത്തും യഹൂദയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കൊടുത്ത് ഒരു രാജ്യത്തിന്റെ അസാധാരണ ഏറ്റവും കൂടുതൽ സ്ഥലം കൊടുത്തത് യഹൂദയ്ക്കാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സ്ഥലം കൊടുത്തുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് അവർ കുറച്ച് സ്ഥലം വേറെ കൊണ്ടുപോയി. ഏറ്റവും കൂടുതൽ ഇവർക്ക് ലേവ്യർക്ക് കൊടുത്തിരുന്ന അവരുടെ രത്നഭാവം അവർക്കാണ് ഏറ്റവും പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാനത് വന്നില്ല. അത് പരിശോധിച്ച് നോക്കാം. പ്രോപ്പർട്ടി ബേസ് ചെയ്യുന്ന ഈ ഇംബാലൻസ് പരിശോധിച്ച് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നത് എഴുതിയിരിക്കണം. ഉറക്കം വരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ലെങ്കിൽ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകാം. അടുത്ത പ്രവാസത്തിലേക്ക് പോകാം. ഒരു പ്രവാസം എന്താ തീർന്നു, അടുത്ത ബാബിലോൺ പ്രവാസം. അത് സംഭവിക്കുന്നത് BCE 586 ബാബിലോൺ പ്രവാസം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാബിലോൺകാര് യഹൂദ രാഷ്ട്രത്തെ ആക്രമിച്ചു, അവരെ കീഴ്പ്പെടുത്തി, അവരെ എല്ലാവരുടെ പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ ബാബിലോൺ ഇന്ന് ബാബിലോണില്ല, ഇന്ന് ബാബിലോണിന്റെ ഇന്നത്തെ പേര് അല്ലെങ്കിൽ ഇന്ന് അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഇറാഖാണ്. ഇറാഖ് ബാബിലോൺ എന്ന് പറയുന്ന ആ രാഷ്ട്രം ഇന്നില്ല, പകരം അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെ കൂടെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രം, അതാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഈ ബാബിലോൺ ആക്രമണം സംഭവിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടാണ്. അത് വർഷങ്ങൾ എടുത്താണ് സംഭവിക്കുന്നത്. ആദ്യ ആക്രമണം നടക്കുന്നത് BCE 605 ഒന്നാമത്തെ ആക്രമണം. രണ്ടാമത്തേത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് 597 സംഭവിക്കുന്നു. മൂന്നാമത്തേത് പിന്നെയും 10 വർഷങ്ങൾക്ക് ശേഷം 587-86 സംഭവിക്കുന്നു. നെബൂഖദ്നേസർ രാജാവായിരുന്നു അവരുടെ രാജാവ് എന്ന് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവായിരുന്നു അവരുടെ രാജാവ്. അതിന്റെ ചരിത്രം നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ 2 രാജാക്കന്മാർ 24-ാം അധ്യായം, 25-ാം അധ്യായം, 2 ദിനവൃത്താന്തം 36-ാമത്തെ അധ്യായം, യിരെമ്യാ പ്രവചനം 39-52 ഈ അധ്യായങ്ങൾ വായിച്ചാൽ ഈ ബാബിലോണിയ ആക്രമണവും ഇവരെ പിടിച്ചുകൊണ്ട് പോയത് എങ്ങനെയാണെന്നൊക്കെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആക്രമിച്ചത് അവരൊരു പ്രത്യേക രീതിയിൽ ആക്രമിച്ചത് 100 പേരുണ്ട്. ആക്രമിച്ച് അവർ കീഴ്പ്പെടുത്തിയവർ 100 പേരുണ്ട്. 100 പേരിൽ കൊള്ളാവുന്ന ചെറുക്കനെ പെണ്ണിനെയൊക്കെ എന്ന് വെച്ചാൽ കഴിവുള്ളവരെ, സൗന്ദര്യമുള്ളവരെ ഒക്കെ ഇവർ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ ദിവസം പറയുന്നത് തീരാശക്കളായിരിക്കുന്ന, പ്രത്യേകിച്ച് അങ്ങനെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവരെ മാത്രം ഇവിടെ വെച്ചു. ബാക്കിയുള്ളവരെയാണ് പിടിച്ചു. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ടു പോയി. ബാക്കി കുറച്ച് പേര് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവർക്കൊരു രാജാവിനെയൊക്കെ വെച്ചു കൊടുത്തു. സിദക്കിയാവിനെ കേട്ടിട്ടുള്ളത്. സിദക്കിയ രാജാവ് പുള്ളിയുടെ കണ്ണ് 2 പേർ കുത്തിപ്പൊട്ടിച്ചത്. പക്ഷെ ഈ സിദക്കിയാവിനെ വാഴിക്കുന്നത് ഇവരാണ്, ഈ ബാബിലോൺകാരാണ് വാഴിക്കുന്നത്. പക്ഷെ സിദക്കിയാവ് എന്നിട്ട് ഇവർക്കെതിരെ മത്സരിച്ചിരുമ്പോൾ അവനെ പിടിച്ച് 2 കാണെല്ലാം കുത്തിപ്പൊട്ടിച്ച് ഈ പിന്നെയും അവന്റെ മകനെ അവിടെ പിടിച്ച് രാജാവാക്കുന്നുണ്ട്. പക്ഷേ ആ മകനും ഈ ബാബിലോണിനെതിരെ വിപ്ലവം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അവിടെ വലിയ കലാപം ഉണ്ടാകുന്നു. അവശേഷിച്ച ജനങ്ങളെല്ലാം അവിടെ പേടിച്ച് ബാബിലോൺകാർ ഇനി വന്നാൽ തല കാണത്തില്ല. അതുകൊണ്ട് ഇവർ പലായനം ചെയ്തു പോവുകയാണ്. അവരെ കൂടെ പലായനം ചെയ്ത് ഇസ്രായേലിലേക്ക്, ഈജിപ്തിലേക്ക് അവർ പേടിച്ചോടിപ്പോയി. അങ്ങനെ ആ പേടിച്ചോടിപ്പോയവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ യിരെമ്യാ പ്രവാചകൻ ഉണ്ടായി. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ ബാബിലോണിനെതിരെ യുദ്ധത്തിന് പോകരുത്, നിങ്ങൾ ജയിക്കത്തില്ല, അത് ദൈവത്താൽ വരുന്നതാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നോക്കി, കരഞ്ഞുകൊണ്ട്. പക്ഷെ ഇവര് കേട്ടില്ല. യിരെമ്യായെ പിടിച്ച് പരത്തി ചെന്നറിയോ, അവരെ പിടിച്ച് കാവൽപ്പുരം വിട്ടുന്ന ഒരു വലിയ കിടന്നകത്ത് ചെളിക്കകത്ത് അവരെ പിടിച്ച് ഇട്ട ചരിത്രമൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ അതാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നിട്ടും കേൾക്കാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആക്രമണം പേടിച്ചവര് ഇസ്രായേലിലേക്ക് പോയി. അതാണ് ബാബിലോണിന്റെ ആക്രമണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രം അവിടെയും ഇല്ലാതെയായി. ഈ 3 തവണ ആക്രമിക്കപ്പെട്ടതിന്റെ ഫലമായിട്ട് യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രം പതിയെ ഇല്ലാതെയായി. എന്നിട്ട് ഈ ബാബിലോൺകാര് യഹൂദ എന്ന പേര് രാഷ്ട്രത്തെ മാറ്റി യഹൂദ സംസ്ഥാനം എന്ന പേരിൽ അവരുടെ ഒരു ഗവർണറെ വെച്ച് ഭരണം തുടങ്ങി. ഇസ്രായേലിന്റെ എല്ലാ ഭരണകർത്താക്കള് ബാബിലോൺകാരാണ് ഭരണകർത്താക്കൾ അടുത്തത്. എന്തുകൊണ്ട് അവര് ബാബിലോൺകാരെ ആക്രമിച്ചു? മറ്റതുമായിട്ട് ബന്ധപ്പെട്ട റീസൺസ് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ബാബിലോണിനെതിരെ ഇവര് പൊളിറ്റിക്കലായിട്ട് അവര് റിബല്യൻ ക്രമീകരിച്ചു. പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അന്യദൈവാരാധന തന്നെയാണ്. പ്രത്യേകിച്ച് ഐഡന്റിറ്റി വർഷിപ്പാണ്. ഈ വിവിധ കാളക്കുട്ടികളെ ഉൾപ്പെടെയുള്ള അശേര പ്രതിഷ്ഠകൾ ഉൾപ്പെടെയുള്ള അന്യദൈവങ്ങളുടെ, ജാതികളുടെ ദൈവങ്ങളെ അവർ ആരാധിച്ചപ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. പ്രവാചകന്മാരെ തിരുത്താൻ വേണ്ടി കണ്ണീരോടുകൂടി പ്രവചിച്ചിട്ടും അവരുടെ വാക്ക് കേട്ടില്ല. കേൾക്കാൻ തോന്നപ്പെട്ടത് ദൈവം അവരെ തള്ളിക്കളഞ്ഞ അനുഭവം. അതാണ് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇത് മാത്രവുമല്ല, ഈ അവിടെ സാമൂഹികമായിട്ട് ഒത്തിരി കൊള്ളരുതായ്മകൾ സംഭവിച്ചു. ഈ യഹൂദ രാഷ്ട്രത്തിൽ ഒത്തിരി കൊള്ളരുതായ്മകൾ. നിങ്ങൾ ആമോസ് പ്രവചനം വായിക്കുമ്പോഴത്തേനും കാലിലിടുന്ന ഒരു കൂടി ചെരുപ്പിന്റെ ദരിദ്രനെ വിറ്റ് കളയുന്ന അനുഭവം. എന്നെ കൊള്ളരുതായ്മ നോക്കി ഒരു കൂടി ചെരുപ്പിന് ഒരു മനുഷ്യനെ വിറ്റ് കളയുന്ന അനുഭവം നോക്കി കടക്കാരണം അത്രയും കൊള്ളരുതായ്മ കാണിക്കുന്നത്. അതാണ് ആമോസ് പ്രവചനം ഭയങ്കരമായിട്ട് ഈ യഹൂദ രാഷ്ട്രത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെയുള്ള ഒരു ഗർജനമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആമോസ് പ്രവചനം നല്ല പ്രസംഗ വിഷയമാണ് ആമോസ് പ്രവചനം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മറ്റു കാരണങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാം. കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഭയങ്കര relevant. ഇനി 2 രാഷ്ട്രങ്ങൾ ഇല്ലാതെ ഇതിന്റെ 3ാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്.
പ്രവാസത്തിൽ എന്ത് സംഭവിച്ചു? ഇവരെല്ലാം യഹൂദ ജനത ഇപ്പോൾ താമസിക്കുന്നത് ബാബിലോണിലാണ്. ഈ ബാബിലോണിൽ അവർ താമസിച്ച ഒരു സ്ഥലത്തിന്റെ പേര് പറയാറുണ്ട്. നോക്കട്ടെ, വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരുന്നപ്പോഴത്തേനും അച്ഛനൊരു ഗൈഡ് കൊടുത്തത് അത് നിങ്ങൾ ആരും പറയാത്തവരാണത്. കെബാർ നദീ തീരത്ത് ഓർമ്മ നിന്നത് ഏത് പുസ്തകത്തിലാണ് പറയുന്നത്? സങ്കീർത്തനങ്ങളിലല്ല, കെബാർ നദീ തീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവചനത്തിലാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? യെഹെസ്കേൽ അവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാസി ആണ്. ക്ലിയർ ആണല്ലോ? യെഹെസ്കേൽ ഇസ്രായേലിലല്ല താമസിക്കുന്നത്, അവൻ പ്രവാസി. അവനെ പിടിച്ചുകൊണ്ട് പോയതാണ്, ദാനിയേലിനെ പോലെ പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ഒരു മനുഷ്യനാണ്. അവരെ അവിടെ കുറേ സ്ഥലങ്ങളിൽ അവരെ കുടിയിരുത്തുന്നത്. അതിലൊരു സ്ഥലമായിരുന്നു ഈ കെബാർ നദീതീരം. അവിടെയാണ് ഇവരെ കുറച്ച് പേരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. അത് സങ്കീർത്തനത്തിന്റെ 137 സങ്കീർത്തനത്തിന്റെ അത് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഞാനത് റഫർ ചെയ്യുന്നുണ്ട്. ഇവരെ പിടിച്ചുകൊണ്ട് പോവാണ്. പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും അവരോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടാവുന്നത്, ഈ ദൈവത്തെ യഹോവയെ പുകഴ്ത്തുന്ന ഒരു പാട്ട് പാടാവുന്നത്. അപ്പൊ സിയോൻ ഗീതങ്ങളിൽ അന്യദേശത്ത് സിയോൻ ഗീതം പാടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അവരുടെ ഈ അലരി വൃക്ഷങ്ങളിൽ അവരുടെ വീണകളൊക്കെ തൂക്കിയിട്ടു എന്ന് പറയുന്നത് അതാണ്. ആ പാട്ട് തന്നെയാണ്, പക്ക ആ പാട്ട് തന്നെയാണ്. ബാബിലോൺ പ്രവാസത്തിന്റെ ചരിത്രം തന്നെയാണത്. ഇനി എന്താണ് ഈ പ്രവാസത്തിൽ സംഭവിച്ചത്? ഒന്ന്, അവരവിടെ കുടിയിരുത്തി. പല പ്രദേശങ്ങളിലായിട്ട് ഈ യഹൂദ ജനതയെ അവിടെ കുടിയിരുത്തി. ഈ യെരൂശലേം നഗരവും അതോടൊപ്പം ദൈവാലയവും കല്ല് ശേഷിക്കാതെ ഇടിച്ചു തകർത്ത് കളഞ്ഞു. മാത്രവുമല്ല ബാക്കിയുണ്ടായിരുന്നില്ല, തീയും വെച്ച് വരെ നശിപ്പിച്ചു കളഞ്ഞു, പക്ക നശിപ്പിച്ചു കളഞ്ഞു. ബാബിലോണിൽ ഇവര് കൃഷിക്കാരായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ സേവനം ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ദാനിയേല്, ശദ്രക, മേശക്, അബേദ്നെഗോ ഒക്കെ ഉദ്യോഗസ്ഥരായിട്ട് അവരുടെ വർക്ക് ചെയ്തത്. കഴിവുള്ളവരെ അവർ പ്രോത്സാഹിപ്പിച്ചു. അതാണ് അവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ പള്ളി എന്ന് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ പള്ളി ചെന്നപ്പോൾ അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടു, മഹോദരമുള്ള ഒരു മനുഷ്യനെ കണ്ടു, കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. പള്ളി എന്താ ഈ പള്ളി? ഈ പള്ളി ഉണ്ടാകുന്ന എവിടെയാണെന്നറിയോ? സിനഗോഗാണ് പള്ളി. ഈ സിനഗോഗ് സിനഗോഗാണ് പള്ളി. ഈ സിനഗോഗ് ഉണ്ടാകുന്ന എവിടെയാണെന്നറിയോ? ഇവിടെ വെച്ച്, ബാബിലോണിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം തകർന്ന് തരിപ്പണമായി. അപ്പോ അവർക്ക് കൂടിവരവിന് വേണ്ടി മട്ടാഞ്ചേരിയിൽ അവരങ്ങനെ ഒരു സിനഗോഗ് ഉണ്ടാക്കണം. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, കണ്ടത്. അങ്ങനെ അവർ കൂടിവരവിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി അതാതിടങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി. പക്ഷെ അത് പള്ളികൾ നല്ല സിനഗോഗുകൾ എന്നാണ് അവരുടെ ഭാഷ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും പള്ളി എന്നുള്ളത്. പക്ഷെ പള്ളി യെരൂശലേം ദേവാലയം ഒന്നല്ല. ഇത് നിങ്ങൾ ഓർക്കണേ. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോഴത്തേനും പള്ളിയും യെരൂശലേം ദേവാലയം ഒന്നല്ല, രണ്ടും രണ്ടാണ്. എവിടെ വെച്ചാണ്? ബാബിലോണിൽ വെച്ചാണ് ഈ പള്ളിയൊക്കെ അവർ ഉണ്ടാക്കുന്നത്. ഈ യെഹെസ്കേൽ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ പക്ഷേ ഈ പ്രവാസത്തിലായിരുന്നിട്ടും ജനതയെ ഉറപ്പിച്ചു. ദൈവം ഈ യെഹെസ്കേലിനെ വളരെ ശക്തമായിട്ട് എടുത്ത് വിനിയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മളൊക്കെ നിരന്തരം കേട്ടിട്ടുള്ള ഈ കൺവെൻഷൻ പ്രസംഗം, താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികൾ, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. എന്നിട്ട് പ്രവാചകരോട് ചോദിക്കാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പൊ ബാക്കി സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് 10 വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ യഹൂദ ജനതയുടെ അവസ്ഥയാണ്. അവരിപ്പോൾ വേറൊരു ദേശത്ത് താമസിക്കുക. അവർക്ക് സ്വന്തമായിട്ടുള്ള ആരാധനാലയമില്ല, അവർക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ല, അവർക്ക് പറയാനായിട്ട് ഒന്നും തന്നെ സ്വന്തമായിട്ടില്ല. അവരുടെ അസ്ഥിയൊക്കെ ഏറ്റവും ദ്രവിച്ചു കിടന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ യെഹെസ്കേലിലൂടെ ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് വെച്ചാൽ ഇനിയും ഇവർക്കൊരു പുനരുജ്ജീവനം ഉണ്ടാകുമോ? അപ്പൊ ദൈവം തന്നെ ഉത്തരം പറയാണ്, ഉണ്ടാകുമോ. എന്നിട്ട് ഒരു പ്രവചനം വരുന്നു, അസ്ഥിയോട് വന്ന് ചേരുന്നു, ഞരമ്പ് വരുന്നു, തൊക്ക് വരുന്നു, മാംസം വരുന്നു, ജീവൻ വരുന്നു, അവരെ എഴുന്നേറ്റ് വലിയൊരു സൈന്യമായിട്ട് നിവർന്ന് നിൽക്കുന്നു. എന്നുവെച്ചാൽ ദൈവം പറയാനില്ല, അവരങ്ങനെ നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല, ഞാൻ അവരെ വീണ്ടെടുക്കും. ദൈവത്തിന്റെ ഇടപെടലാണ്. ആ പ്രത്യാശ നൽകുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് കേട്ടോ യെഹെസ്കേൽ പ്രവചനം. അതുകൊണ്ട് ഇനി യെഹെസ്കേൽ പ്രവചനം നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കണം, ഇസ്രായേൽ യഹൂദ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന അവസരത്തിൽ അവർ ഓർമ്മിക്കുന്ന ഒരു പ്രവചനമാണ് യെഹെസ്കേൽ എന്ന് പറയുന്നത്. മാത്രമല്ല തിരിച്ചു വരും, റെസ്റ്റോറേഷൻ, തിരിച്ചു വരും, ഒരു റിട്ടേൺ ഉണ്ടാകും എന്നൊക്കെ അവർക്ക് പ്രത്യാശ നൽകുന്നതാണ് മറ്റ് ചില പ്രവചന ഗ്രന്ഥങ്ങൾ. അത് ഞാൻ പറഞ്ഞത് അടുത്ത്. ഇനി ദാനിയേൽ പ്രവചനം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണോ? ദാനിയേൽ പ്രവചനം വായിച്ചിട്ടില്ലേ? ഈ ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് ഇസ്രായേലിലെയോ യഹൂദയിലെ ഒരു ചരിത്രമല്ല. ഈ ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിലെ ചരിത്രമാണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാത്ത ഭാഷ പറഞ്ഞാൽ ബാബിലോണിൽ നടക്കുന്ന കഥയാണ് ദാനിയേലിന്റെ
പുസ്തകം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാബിലോണിൽ നടക്കുന്ന കഥയാണ്. ഈ ബാബിലോണിൽ നടക്കുന്ന കഥയെക്കുറിച്ച് ഈ ദാനിയേൽ പറയുന്നത് എങ്ങനെയാണ്? ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. യഹൂദരിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവര് അവരെ അവിടെ ചിലരെ പരിശീലിപ്പിച്ച് അവർക്ക് കൊട്ടാരത്തിൽ നല്ല ജോലിയൊക്കെ കൊടുക്കുന്നു. അത് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവൊക്കെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അവര് വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിക്കപ്പെട്ടു. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ ട്വിസ്റ്റ് സംഭവിച്ചു, വലിയൊരു ട്വിസ്റ്റ്. ചില ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണ്? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനം. ദാനിയേൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് അതാണ്. ഈ ബാബിലോണിലേക്ക് അവരെ പിടിച്ചുകൊണ്ടു പോകുന്ന രാഷ്ട്രം, ബാബിലോണിയ രാഷ്ട്രത്തെ മേദ്യ പാർസ്യ രാജ്യം ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി. നെബൂഖദ്നേസറിന്റെ കീഴിലുള്ള ബാബിലോണിയ രാജ്യമായിരുന്നു യഹൂദയെ ആക്രമിച്ച് അവിടെ കൊണ്ടുപോയത്. ആദ്യ വർഷങ്ങളിൽ അവരെ ഭരിച്ചിരുന്നത് ബാബിലോണിയക്കാരായിരുന്നു എങ്കിൽ അവരെ ആക്രമിച്ച് മേദ്യ പാർസ്യം കീഴ്പ്പെടുത്തി. അവരിൽ നിന്നും പിന്നീട് നല്ലവരായിരിക്കുന്ന രാജാക്കന്മാരുണ്ടായി. ഇവർക്ക് ചില ഇളവുകളൊക്കെ കൊടുത്തു. ടേണിംഗ് പോയിന്റ് അവിടെയാണ്. അങ്ങനെ അവരിലൊരു രാജാവായിരുന്നു കോരസ്. അറിയാമോ നിങ്ങൾക്ക് കോരസ്? ആ കോരസിനെ കുറിച്ചാണ് നമ്മൾ ഈ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്. അഭിഷിക്തൻ എന്നൊക്കെ വായിക്കുന്നത്, മശിഹ എന്നൊക്കെ വായിക്കുന്നത് ഈ കോരസിനാണ്. എന്റെ ദാസനായിരിക്കുന്ന കോരസ് എന്ന് ദൈവം പറയുന്നത് ഈ കോരസിനെ കുറിച്ചാണ്. ഈ കോരസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലർക്ക് അഥവാ യഹൂദർക്ക് സ്വന്തം രാഷ്ട്രത്തിലേക്ക് പോകാം. ഫ്രീഡം കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. ഇത് നിങ്ങളോട് താമസിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. നിങ്ങൾ പോയി അവിടെ ചെന്ന് ആരെയൊക്കെ പെടുത്തു, ഞാൻ പൈസ തരാം. നോക്കാം, ഞാൻ പൈസ തരാം. നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ പൈസ തരാം. നിങ്ങൾ പോയി അവിടെ ചെന്ന് ആരെയൊക്കെ പണിയുക. തകർന്നു കിടക്കുന്ന ഭിത്തിയും മതിലെല്ലാം നിങ്ങൾ പണിയാന്ന് പറഞ്ഞ് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, ഇസ്രായേലിലെ യഹൂദയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജാവാണ് കോരസ്. ഇതാണ് പ്രവാസത്തിൽ സംഭവിക്കുന്നത്. ആ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി. എസ്രാ 1-ാം അധ്യായം വായിക്കുക. 2 ദിനവൃത്താന്തം 36-ാമത്തെ അധ്യായം വായിക്കുക. യെശയ്യാ പ്രവചനം 44-ാമത്തെ അധ്യായം വായിക്കുക. 45-ാമത്തെ വാക്യം വായിക്കുക. നെഹമ്യാ പ്രവചനം വായിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കണേ. രാജാക്കന്മാരുടെ പുസ്തകം കഴിഞ്ഞു, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം കഴിഞ്ഞു. ഈ പുസ്തകങ്ങൾ കഴിയുമ്പോഴത്തേനും ഇസ്രായേലും യഹൂദയും പ്രവാസത്തിലേക്ക് പോയി. ആ പ്രവാസത്തിൽ നടക്കുന്ന കാര്യമാണ് ദാനിയേൽ പ്രവചനം പറയുന്നത്, സെഖര്യാ പ്രവചനം പറയുന്നത്. അവർക്ക് യെശയ്യാവിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ കോരസ് എന്ന് പറയുന്ന രാജാവ്, മേദ്യ പാർസ്യ രാജാവ് വന്ന് ബാബിലോണിനെ കീഴ്പ്പെടുത്തുന്നു, ഇസ്രായേലിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അവര് തിരിച്ചു വരുന്ന ചരിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലും എസ്രായുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സംഭവം കിട്ടുന്നുണ്ടോ? അതാണ് നെഹമ്യാവിലും എസ്രായേലും കാണുന്നത്. യെരുശലേം ദേവാലയം അവർ പണിയുന്നതും യെരുശലേം മതിൽ അവർ പണിയുന്നതും. ഇനി മൂന്ന് പ്രവാചകന്മാരോട് പരിചയപ്പെടുത്ത ഹഗ്ഗായി. ഈ ഹഗ്ഗായി പറയുന്നത്, എന്റെ ആലയം ശൂന്യമായിരിക്കെ നീയൊക്കെ തട്ടിട്ട വീടുകളിൽ പാർക്കാറായോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എപ്പോഴെന്ന് വെച്ചാൽ, ഇവര് തിരിച്ചു വന്നു, യെരുശലേം ദേവാലയം പണിയാനെന്നൊക്കെയാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇമാര് സ്വന്തം വീടുകളുണ്ട്, പള്ളിക്ക് 10 പൈസ കൊടുത്തില്ല, പള്ളിയിൽ ഒരു പണിക്ക് സഹകരിച്ചില്ല. ഇവര് നല്ല ഒന്നാന്തരം പണിമാടുകൾ പണിത് ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേനും ദൈവത്തിന് കോപം വന്നു. ദൈവം പ്രവാചകനോട് പറയാണ്, എന്റെ ആലയം ഇപ്പോഴും ശൂന്യമായി കിടക്കുകയാണ്, അത് കല്ലില്ലാതെ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത് എന്ന ചോദ്യം വരുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അതാണ് ഹഗ്ഗായി പ്രവചനം. എന്ന് വെച്ചാൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനതയോടുള്ള ദൈവത്തിന്റെ ഇടപെടലിൽ 3 പ്രവാചകന്മാരുണ്ട്. അത് ഹഗ്ഗായി, രണ്ടാമത്തേത് സെഖര്യാവ്, മൂന്നാമത്തേത് മലാഖി. ഈ 3 പേരും യഹൂദ ജനതയെ പ്രോത്സാഹിപ്പിച്ചും അവരെ തിരുത്തിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ചരിത്രമാണ്. അവിടെ ഈ 3 പ്രവചന ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ ഈ ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ഒരു പ്രവാസത്തിൽ മടങ്ങി വരുന്ന ഒരു 3 ഘട്ടങ്ങളുണ്ട്. 3 ഘട്ടത്തിലല്ല മടങ്ങി വരും. അത് യെശയ്യായും നെഹമ്യാവും വായിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ മടങ്ങി വരുന്നതിന്റെ പടിപടിയായിട്ടുള്ള ചരിത്രം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. യെശയ്യായും നെഹമ്യാവും മാത്രം വായിച്ചാൽ മതി. പടിപടിയായിട്ടാണ്. എന്നുവെച്ചാൽ ഈ എന്തുകൊണ്ട് പടിപടിയായി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവമാർക്കൊന്നും വലിയ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ജനങ്ങളെല്ലാം ഇപ്പം ഇരച്ചു കയറി
പള്ളി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ പള്ളി വരില്ല, പള്ളി വരില്ല, വലിയ താല്പര്യം. ഇപ്പോൾ വീട്ടിൽ ഇരുന്നാലും ആരാധന എടുക്കാം, അത് ആരും ബുദ്ധിമുട്ട് കാര്യമില്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പോയി. ഇതുപോലെ കോരസിന്റെ കീഴിൽ അവർക്ക് സുഖമാണ്, അവരവിടെ സെറ്റിലായി, അവർക്കിപ്പോൾ ഭൂമിയൊക്കെ ആയി, കൊച്ചു കൊച്ചു കൃഷിയൊക്കെ ആയി, അത്യാവശ്യം ജീവിതമൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് എന്നാ ചെയ്യാൻ? ഇനിയിപ്പോൾ ഇവിടെ വന്നതിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേരുടെ മനസ്സ് തണുത്തു. അങ്ങനെ തണുത്തവരൊക്കെ അവിടെ കഴിഞ്ഞു. ആ തണുത്തവരിൽ ഒരാൾക്ക് വന്ന ചരിത്രമാണ് എസ്തേറിന്റെ പുസ്തകം. ഞാനത് വരുന്നുണ്ട്, വരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് പേര് വന്നു. ആ വന്നവർ പടിപടിയായിട്ടാണ് വന്നത്. മനസ്സോടെ വന്നവരുണ്ട്. ആദ്യം വന്നവരൊക്കെ നല്ല മനസ്സോടെ വന്നവരാണ്. പിന്നീട് പടിപടിയായിട്ട് നിർബന്ധിക്കപ്പെട്ടു അല്ലാതെയൊക്കെ വന്നവരാണ് പിന്നീട് വന്നത്. എന്നാൽ ഒറ്റയടിക്ക് എല്ലാവരും വന്നത് ഇതാണ്. ഓക്കെ, അടുത്ത ഇത് എസ്തേറിന്റെ പുസ്തകം. ഈ എസ്തേറിന്റെ പുസ്തകം സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറെ പേര് അവിടെ നിന്ന് ഇനിയിപ്പോ ഇവിടെ വന്ന് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് അവരവിടെ തങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരുള്ള സുന്ദരികളായിരിക്കുന്ന യുവതികളെല്ലാം കൂടെ രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്നു രാജ്ഞിയാക്കാനായിട്ട്. വസ്തിക്ക് പകരം രാജ്ഞിയാക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. ആ ചരിത്രമാണ് എസ്തേറിന്റെ പുസ്തകം പറയുന്നത്. അഥവാ എസ്തേറിന്റെ പുസ്തകത്തിലെ ചരിത്രം യഹൂദയിലോ ഇസ്രായേലിലോ നടന്നൊരു സംഭവമല്ല, അത് പാർസ്യ രാജാവിന്റെ കീഴിൽ നടന്ന ഒരു സംഭവമാണ്. പേർഷ്യ രാജാവിന്റെ കീഴിൽ നടന്ന ഒരു അന്യദേശത്ത് നടന്ന ഒരു ചരിത്രമാണ് എസ്തേറിന്റെ പുസ്തകം വിവരിക്കുന്നത്. ആഗ്രഹിക്കാത്ത ഉണ്ടായിരുന്ന യഹൂദ ജനതയുടെ ഇടയിൽ നടന്ന ഒരു ചരിത്രം, അത് എസ്തേറിന്റെ ജീവിതത്തിലൂടെ ആ ചരിത്രത്തെ വർണ്ണിച്ചിരിക്കുന്നതാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, ഇനി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പഴയ നിയമ പുസ്തകങ്ങളും പ്രവാസവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. സംഭവം തീരുകയാണ്. പഴയ നിയമ പുസ്തകങ്ങളും പ്രവാസവും. പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും, ഞാൻ അത് ആവർത്തിച്ച് ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഈ പ്രവാസം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളുടെയും ചരിത്രം എന്താണെന്നും അതിന്റെ ഉള്ളടക്കം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ പ്രവാസത്തിന് മുൻപ് ഇസ്രായേൽ ജനതയോട്, യഹൂദ ജനതയോട് ദൈവം അയച്ച് പ്രവചിച്ച പ്രവാചകന്മാരാണ് ഒന്നാം യെശയ്യാവ്, മീഖ, നഹൂം, സെഫന്യാവ്, ഹബക്കൂക്ക്, യിരെമ്യാവ്. ഇവർ പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാരാധന ഉപേക്ഷിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ദൈവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ശത്രുക്കൾ ഇതാ നിങ്ങളുടെ വാതിൽക്കൽ തന്നെയാണ് എന്ന് ഇത്രയും പ്രവാചകന്മാർ ആവർത്തിച്ച് പ്രവചിച്ചു, കണ്ണീരോടെ പ്രവചിച്ചു. യെശയ്യാവൊക്കെ ഇങ്ങനെ അവിടുന്ന്, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരിപ്പോൾ എന്നോട് മത്സരിക്കുകയാണ് നടന്നത്. അവർക്കിടെ ഇത് ഒന്നാം യെശയ്യാവാണ്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാണ്. യെശയ്യാവ് പഠിക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാതെ, യെശയ്യാവ് സത്യത്തിൽ 3 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. 3 കാലഘട്ടത്തിൽ. ഞാനിത് ഈസ്റ്ററുടെ ചർച്ചയിൽ ക്ലാസ് എടുത്തപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് അവരൊന്നും വയലന്റ് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വയലന്റ് അവർ എങ്ങനെ സംഭവിക്കും? ഞാൻ സത്യത്തിൽ 20 മിനിറ്റ് ക്ലാസ് എക്സ്ട്രാ പോയത്. കാരണം അവർക്ക് യെശയ്യാവിനെ കുറിച്ച് അറിയണം. അവർ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവർ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ഇന്നൊരു അവസരം തരുന്നില്ല, കാരണം നമുക്ക് സമയം പോയി കഴിഞ്ഞു. അത് നമ്മൾ യെശയ്യാവ് പ്രവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒന്നാമത്തെ യെശയ്യാവ് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിലാണ് പ്രവാസത്തിന് മുമ്പുള്ള ചരിത്രം. 40 മുതൽ 55 വരെയുള്ള അധ്യായത്തിലാണ് പ്രവാസത്തിലേക്ക് പോകുന്ന ചരിത്രം. 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളാണ് പ്രവാസത്തിലേക്ക് മടങ്ങി വരുന്ന ചരിത്രം. 3 കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് ഇത് ഒരു എഡിറ്റഡ് ഗ്രന്ഥമാണ് ഈ യെശയ്യാവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ പ്രവാസത്തിന്റെ സമയത്ത് അവരോട് ഇടപെട്ട പ്രവാചകന്മാരാണ് യിരെമ്യാവ്, ഹബക്കൂക്ക്, സെഫന്യാവ്, യെഹെസ്കേല്, ദാനിയേൽ. പ്രവാസത്തിന്റെ സമയത്താണ് ദൈവത്തിന്റെ അരുളപ്പാട് അവരിൽ ചിലർക്ക് ഉണ്ടാകുന്നതും അവർക്ക് അരുളപ്പാടുണ്ടാകുന്നതും. ഇനി തിരിച്ചു വന്നു, പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും ദൈവം അയച്ച പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സെഖര്യാവ്, മലാഖി എന്നിവര്. അതാണ് ഹഗ്ഗായിയുടെ ഞാൻ പറഞ്ഞത് തക്കട്ട വീടുകളിൽ പാർക്കുന്ന സമയം ചോദിക്കുന്നതൊക്കെ ആ സമയത്താണ്. ഇനി അടുത്ത് ഈ ഓവറോൾ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. പ്രവാസത്തിന് മുൻപുള്ള പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, രൂത്തിന്റെ പുസ്തകം, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. ഈ 2 രാജാക്കന്മാരുടെ അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേനും പ്രവാസം ആരംഭിച്ചു.
അതുകൊണ്ട് ഇതിനെ പ്രവാസത്തിന് മുൻപുള്ള പുസ്തകങ്ങളായിട്ട് നമുക്ക് ഈ പുസ്തകങ്ങളെ മനസ്സിലാക്കാം. ഇനി വരുന്ന പുസ്തകങ്ങളിൽ ഭൂരിഭാഗം പുസ്തകങ്ങൾ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് യെരമ്യാവ്, വിലാപങ്ങള്, യെഹെസ്കേല്, ദാനിയേല്, യെശയ്യാവ് 40 മുതൽ 55 വരെ, സെഫന്യാവ്, ഹബക്കൂക്ക്, ഇവരൊക്കെ പറയുന്നത് ബാബിലോണിലെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി പ്രവാസത്തിന് ശേഷം സംഭവിച്ച പുസ്തകങ്ങളാണ് എസ്ര, നെഹമ്യാവ്, എസ്തേർ, യെശയ്യാവ് 56 മുതൽ 66 വരെ, ഹഗ്ഗായി, സെഖരിയ, മലാഖി. ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിർത്തിയത് ഈ ഇദ്ദേഹത്തിന്റെ പേര് വാൾട്ടർ ബ്രുഗേമാൻ എന്നാണ്. ഇദ്ദേഹത്തെ കണ്ടാണ് വാൾട്ടർ ബ്രുഗേമാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പഴയ നിയമത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന വേദപുസ്തക പണ്ഡിതനാണ് ഇദ്ദേഹം, വാൾട്ടർ ബ്രുഗേമാൻ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് in its final form is a product of and response to the Babylonian exile. ബാബിലോണിയ പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും ഈ ഒന്നുകിൽ ബാബിലോണിയ പ്രവാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും ഉത്ഭവിച്ച കാര്യങ്ങളോ പറയുന്നവയാണ്. ആ പഴയ നിയമത്തിൽ പ്രവാസത്തിന്റെ പ്രാധാന്യം ഈ ഒറ്റ സെന്റൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പഴയ നിയമത്തിലെ ഭൂരിഭാഗം പുസ്തകങ്ങളും പറയുന്നത് ഒന്നുകിൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ ചരിത്രം, അല്ലെങ്കിൽ പ്രവാസ ചരിത്രം, അല്ലെങ്കിൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷമുള്ള ചരിത്രം. അതാണ് പഴയ നിയമത്തിൽ ഈ പ്രവാസം എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് 2 സെന്റൻസിൽ ചെയ്യാം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രം വളർന്ന് 2 ആയിട്ട് മാറി. അതിൽ ഇസ്രായേൽ ആദ്യം പ്രവാസത്തിലേക്ക് പോകുന്നത്, പിന്നെ അവരെ കുറിച്ച് വലിയ വിവരങ്ങൾ ഇല്ല. അവശേഷിച്ച യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ബാബിലോണുകാരിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടുത്തെ പ്രവാസത്തിന് കോരശ് എന്ന് പറയുന്ന രാജാവ് അറുതി വരുത്തുന്നു, യഹൂദയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, അവർ തിരികെ വരുന്നു. അവരാണ് പിന്നീട് ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, അല്ലെങ്കിൽ യഹൂദ, അന്ന് ഭാഷയിൽ യഹൂദ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു വംശം എന്ന് പറയുന്നത്. അതാണ് പ്രവാസ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഈ പ്രവാസ ചരിത്രം സങ്കീർത്തനങ്ങളിലെ പല അധ്യായങ്ങളും ഈ പ്രവാസ ചരിത്രമാണ്. കുറച്ചുകൂടി സൂചിപ്പിച്ചതുപോലെ അവർ പ്രവാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പാട്ട് പാടാമെന്ന് ചോദിക്കുന്നു, പറ്റത്തില്ല എന്ന് പറയുന്നു. അതൊന്ന്. രണ്ടാമത് അവർ മടങ്ങി വരുന്നൊരു ചരിത്രമുണ്ട്. ഞങ്ങൾ 126 സങ്കീർത്തനമേ. ഇനി ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇത് പിടികിട്ടും. 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ആർക്കും ചിരി നിറഞ്ഞിരുന്നു. പ്രവാസത്തിലേക്ക് മടങ്ങി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ചരിത്രമാണ്. ഇനി ഭയങ്കര രസകരമായിരിക്കുന്ന മറ്റൊരു ചരിത്രം തൊട്ടടുത്ത 127-ാം സങ്കീർത്തനമേ. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വാക്യം: യഹോവ വീട് പണിയാതിരുന്ന പണിത അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്ന പട്ടക്കാരൻ ജാഗരിക്കുന്നു. ചെറുതറിയോ, ഈ ഇമ്മാര് ഇവിടെ വന്നിട്ട് അമ്മ സ്വന്തമായിട്ട് വീടൊക്കെ പണിത് അങ്ങനെ പോവുകയാണ്. ദൈവത്തിൽ പിന്നെ ആശ്രയമൊന്നും ഇല്ലാതെയായി. പക്ഷെ സ്വന്തമായിട്ട് അവർക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം സാധ്യമായി വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു കിടന്നൊരു അനുഭവം ഉണ്ടായപ്പോഴത്തേനും പ്രവാചകൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്: എടാ, വീടൊക്കെ പണിതൊക്കെ കൊണ്ടു, ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ വെറുതെയാണ്, ദൈവം പട്ടണം കാക്കുന്നില്ലെങ്കിൽ വെറുതെയാണ്. നമ്മൾ ഈ തറക്കല്ലെടുപ്പത്തേനും ചില സങ്കീർത്തനമാണ് ഇത്. അതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ സങ്കീർത്തനങ്ങൾ പല പുസ്തകങ്ങളും സങ്കീർത്തനം പഠിക്കുമ്പോഴത്തേനും നമുക്ക് ആ ചരിത്രം കൂടി പിന്നീട് പഠിക്കാൻ പറ്റും. ഓക്കെ, ചോദ്യങ്ങൾ. ഇപ്പൊ നിലവിലെ ഇസ്രായേലിലെ ഈ സ്കാറ്റേർഡ് ട്രൈബ്സ് എല്ലാം ഇതൊരു ഒരുമിച്ച് എല്ലാവരും വന്നു ചേർന്നിട്ടില്ല. പക്ഷെ അവർ പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലുണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം അവിടേക്ക് പോയത്. ഈ പറഞ്ഞ ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ പറഞ്ഞ ഗോത്രം അവിടേക്ക് ഇപ്പോൾ മടങ്ങി ചെല്ലുന്നതൊക്കെ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമ്മൾ ഒരുപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ 12 ഗോത്രങ്ങളും ഒരുമിച്ച് വരുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വരും. ലോകത്തിൽ എവിടെയൊക്കെ ചതിക്കപ്പെട്ടാലും അവർ ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരും. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് എന്ത് സംഭവം, അത് യുഗാന്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ശരിക്കും അത് കിടക്കുന്നത്. ഈ 12 ഗോത്രങ്ങളിലെ മടങ്ങി വരുമൊക്കെ യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇതിൽ 210 വർഷം. കാരണം വെച്ചാൽ ഈ കമ്പയർ ചെയ്യുമ്പോൾ വേദോസം പറഞ്ഞിരുന്നിട്ടുണ്ട്, ഈ 19 രാജാക്കന്മാര് ഇസ്രായേലിലെ രാജാക്കന്മാരായിരുന്നു. അവർ 14 പേരും 15 പേരും അന്യദൈവ ആരാധനക്കാരായിരുന്നു. അവർ ഫസ്റ്റ് രാജാവ് തൊട്ട് ആദ്യ രാജാവ് തൊട്ട് അവർ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, യഹോവയല്ല ആരാധിക്കുന്നത്, അന്യദൈവങ്ങളെയാണ് അവരാധിക്കുന്നത്. പക്ഷേ യഹൂദ രാജാക്കളെ കുറച്ചുകൂടി മാന്യന്മാരായിരുന്നു. അവരിൽ നല്ലൊരു പങ്ക് ആൾക്കാരും
ആരാധിച്ചിരുന്നത് ദൈവത്തെയായിരുന്നു ആരാധിച്ചിരുന്നത്. ഇടയ്ക്ക് വഴിതെറ്റി പോകുന്നൊക്കെ ഉണ്ട്, എങ്കിലും താരതമ്യേന മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ കൂടുതൽ വർഷം നിലനിന്നു. ഉണ്ട്. ദാവീദിന് കൊടുത്ത ആ ഇസ്രായേലിൽ ഈ സിംഹാസനത്തിൽ നിലവിൽ ഇരിക്കാൻ ഒരു മകനില്ലാതെ പോകുകയില്ല എന്നുള്ളത് ആ വാക്തത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും ക്രിസ്തുവിനെ രാജാവായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു വരുന്ന യഹൂദ ഗോത്രത്തിന്റെ വംശാവലിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചോദിക്കും സാർ, ജോബ് സാർ. ഞാൻ അതെ, പക്ഷേ ഞാനടുത്തേക്ക് 300-200 വർഷം ഞാൻ ജീവിക്കുന്നില്ല. കേട്ടില്ല. ഞാനടുത്തേക്ക് 300 വർഷം ജീവിക്കുന്നില്ല. ഇല്ല, എന്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുന്നു. അത് കഴിഞ്ഞ് ഈ പ്രവാസം ഇത്ര വർഷം നടന്നു കഴിയുമ്പോൾ അവർ തിരിച്ച് പുതിയൊരു സമ്പ്രദായം തിരിച്ചു വരുന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നു. പുതിയൊരു സ്ഥലത്തേക്ക് അവർ കാണുന്നില്ല. അതായത് നേരത്തെ നമ്മുടെ പിതാക്കന്മാർ താമസിച്ച സ്ഥലം കാണാതെ അവർ അവിടെ പോയി കഴിഞ്ഞത് തിരിച്ചു വരുമ്പോൾ അവർക്ക് നേരത്തെ പിതാക്കന്മാരെ അനുഭവിച്ച ഒരു കാര്യവും അവർക്ക് മനസ്സിലാകുന്നില്ല, അവരൊന്നും അനുഭവിക്കുന്നില്ല. പിന്നീട് തിരിച്ചു വരുന്ന പുതിയൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ അത് പ്രവാസത്തിലേക്ക് വരുന്നതാണെന്നില്ല. ഇല്ല, എന്നുവെച്ചാൽ 70 വർഷം കൊണ്ട് അവരുടെ പ്രവാസം തീരുന്നത്. 70-ാം വർഷത്തിൽ കുറച്ച് അവർക്ക് സ്വാതന്ത്ര്യപ്പെടും. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് 70 വർഷം കൊണ്ട് പ്രവാസം തീരും. അതുകൊണ്ട് ഈ എസ്രായുടെ പുസ്തകത്തിൽ ഈ യെരുശലേം ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോ ആ പഴയ ദേവാലയം കണ്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ പുതിയ ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ അവർ കരഞ്ഞു എന്ന് വായിക്കുന്നത്. അവർ പഴയ ദേവാലയം കണ്ടവരവര് അവർ കരഞ്ഞു എന്നുവെച്ചാൽ അവര് ആ തലമുറയിൽ തന്നെയുള്ളവർ ഈ പുതിയ ദേവാലയത്തിന് അടിസ്ഥാനം ഇടുന്നതും കണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പ്രവാസത്തിന് എല്ലാവരും മടങ്ങിയൊന്നും വന്നിട്ടില്ല, പതിയെ പതിയാണ് മടങ്ങി വരുന്നത്. വേറെ ഉണ്ടാകുന്നത് അത് പുതിയ ഈ യഹൂദ ബെഞ്ചമിൻ ഗോത്രത്തിലുള്ള കൂടുതൽ ആൾക്കാരാണ് അപ്പോഴവിടെ ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതെ, യഹൂദ ഗോത്രം ബെഞ്ചമിൻ ഗോത്രം അതിലാണ് കൂടുതൽ ആൾക്കാർ അവിടെ ഉള്ളത്. മറ്റു ഗോത്രത്തിലെ ആളുകളെ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മണിപ്പൂരിൽ അവർ വന്ന് കണ്ടതും ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഈ DNA ടെസ്റ്റുകളും മറ്റു സംഭവങ്ങളെല്ലാം നടത്തുന്നുണ്ട്. കേരളത്തിലെ കാര്യം ഇടയ്ക്ക് പറയാം. കേരളത്തിലെ ജ്യൂസിന്റെ ഒരു സാധനം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിശ്വസനീയമായിരിക്കുന്ന ഒന്നല്ല. കേരളത്തിലെ ആളുകൾ അവർ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അവര് ഇസ്രായേലിന്റെ വംശാവലിയിലുള്ളവരാണ് എന്നൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് ഫേക്കാണോ എന്നൊക്കെ എനിക്കറിയില്ല. ഫേക്കാണ്, പക്ഷെ ഇത് കൃത്യമാണ്. മണിപ്പൂരിലെ ജനത അവരുടെ DNA ടെസ്റ്റ് നടത്തി കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അവര് തിരികെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം തരാം, സാമ്പത്തികം തരാം എന്നെല്ലാം ഓഫർ കൊടുത്തവർ വെച്ച് കുറച്ച് പേര് അങ്ങോട്ട് പോയി എന്നുകൂടെയാണത്. ഞാനത് ഷെയർ ചെയ്യാം, ആ മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു. ഇപ്പോ നമ്മൾ ഈ ചരിത്രം എത്തി നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു രാഷ്ട്രമുണ്ട് എന്നുവെച്ചാൽ പ്രവാസത്തിലേക്ക് മടങ്ങി വന്നു, ജനം ഒരു രാജ്യമായി. പിന്നെ എങ്ങനെയാണ് 1947 വീണ്ടും ഒരു രാഷ്ട്രം ഉണ്ടായെന്നുള്ളൊരു ചോദ്യമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ പീരിയഡിനെ കുറിച്ച് പഠിക്കണം, പുതിയ നിയമചരിത്രവും നമ്മൾ പഠിക്കണം. ഇപ്പൊ അടുത്ത ക്ലാസ്സിലേക്കുള്ളൊരു എത്തി നോക്കാൻ കൂടി ആയിരിക്കും. യെസ്, ഇപ്പൊ നിങ്ങൾ ഒരു കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന്. ആ ക്യൂരിയോസിറ്റി നിലനിർത്തുക. അടുത്ത ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ക്യൂരിയോസിറ്റിയോട് കൂടി വരിക. നല്ല രസമാണ് ഒരു ചരിത്രം പഠിക്കാനായിട്ട്, നല്ല രസമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. അച്ഛനോട് ചോദ്യം ചോദിച്ചാൽ അച്ഛൻ ചോദിച്ചു. അവരെല്ലാവരും പോയെന്നുള്ളതാണല്ലോ, എല്ലാവരും
വരുന്ന വേണം പിറകിലിരിക്കുന്നവർ ഉറങ്ങിയവരൊക്കെ എന്തെങ്കിലും ഉറക്കത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കേട്ടതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എന്നെ കുറിച്ചൊരു പ്രൊമോഷൻ കൂടെ പറയാമേ. പറയാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇത് പറഞ്ഞു തരത്തില്ല. എനിക്ക് സെമിനാറിൽ ഇത് കിട്ടിയിട്ടില്ല. അത് സെമിനാറിൽ അധ്യാപന കുഴപ്പമൊന്നുമല്ല, സിലബസിന്റെ രീതിയാണ്. ഈ രീതിയിലല്ല ഞങ്ങളെ സെമിനാറിൽ പഠിക്കുന്ന സിലബസ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനത് ഒത്തിരി വർഷങ്ങളെടുത്ത് വായിച്ചും ദിവസം വായിച്ചും പുസ്തകങ്ങൾ വായിച്ചുമാണ് ഞാൻ ഇങ്ങനെയൊന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കഴിവൊന്നുമല്ലത്. ഞാൻ ഒത്തിരി വർഷങ്ങളെടുത്തു, ഒരുപാട് വർഷങ്ങളെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. കാരണം പഴയ വെച്ചാൽ പല പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് യശയപ്രവാചകൻ ഞാൻ കമ്പിവാചകങ്ങൾ പറയാം. യശയപ്രവചനം 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ പ്രവാസത്തിന് തൊട്ട് മുൻപുള്ള ചരിത്രമാണ്. പ്രവാചകൻ വളരെ കണ്ണുനീരോടുകൂടി ചങ്ക് തകർന്ന് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരണം മക്കളെ, നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് മത്സരിച്ചിരിക്കുകയാണ്. മടങ്ങി വന്നില്ലെങ്കിൽ ഇതാ നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കും, കീഴ്പ്പെടുത്തും, നിങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ചങ്ക് തകർന്ന് 1-ാം പ്രവാചകൻ അവരോട് പറയുകയാണ്. പക്ഷെ ആ കാര്യം കേൾക്കുന്നില്ല. അതാണ് 1 മുതൽ 39 വരെയുള്ള കാര്യങ്ങൾ. 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ അത് സംഭവിച്ചു. പ്രവാസത്തിലായി ജനങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നു, പ്രവാസത്തിലെ അനുഭവങ്ങൾ പറയുന്നു. എന്നുവെച്ചാൽ കഷ്ടതയുടെ കണ്ണുനീരിന്റെ തകർക്കപ്പെട്ട അനുഭവങ്ങളാണ്. 56 മുതൽ 66 വരെ വരുമ്പോൾ പുതിയൊരു പ്രത്യാശയാണ്, മടങ്ങി വരികയാണ്. തളർന്ന മുഴങ്കാലുകളെ ഉറപ്പിക്കുന്ന ഒരു പ്രത്യാശയാണ്. പാതകളൊക്കെ നിരപ്പാകുന്ന അനുഭവമാണ്. എന്ന് വെച്ചാൽ അവർ തിരികെ വരുമെന്നുള്ള ഒരു പ്രത്യാശയുടെ അനുഭവമാണ് 3-ാമത്തെ ഏശയ്യാവ് നൽകുന്നത്. അതുകൊണ്ട് ഇതിനെ 3ആയിട്ട് തന്നെ തിരിച്ച് നമ്മൾ പഠിക്കണം. 3ആയിട്ട് എഴുത്തൻപേരെ. അവിടെ അത് ശരിക്കും ഇത് സമയം എടുത്ത് പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതാണെങ്കിൽ അത് പ്രവചനം ആ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഹഗായി കൂടുതലും പറയുന്നത് പ്രവാസം മടങ്ങി വരുന്ന സമയത്ത് മടങ്ങി വന്ന ജനതയ്ക്കുള്ള ദൈവത്തിന്റെ ഉപദേശങ്ങളാണ് ഉള്ളത്. അതാണ് ഞാൻ ഈ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത്. ഓൾറെഡി ഇവിടെ മടങ്ങി വന്നു, അവർ വീട് പണിതു, നല്ല 1-ാം തട്ടിട്ട വീടുകൾക്ക് അവർ പണിതു. പക്ഷെ അപ്പോഴും ആലയം ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അതാണ് ആദ്യ അദ്ദേഹത്തിൽ തന്നെ പറഞ്ഞു തുടക്കം തന്നെ അത് പറഞ്ഞുകൊണ്ടാണ്. നിർത്തട്ടെ? ചോദിക്കും എന്തുകൊണ്ട് ചോദിക്കും? കാരണം പിന്നെ നിങ്ങൾ പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. യഹൂദ ഗോത്രം മാത്രമാണ് അവരോടൊപ്പം നിന്നത്. പക്ഷെ പിന്നീട് തൊട്ടടുത്ത അദ്ദേഹം വായിക്കുമ്പോഴത്തേനും ബെന്യാമിൻ അവരോടൊപ്പം വന്ന് ചേരുക. ബെന്യാമിൻ മറ്റുള്ളവരോട് കൂട്ടുകൊടുത്തില്ല, ബെന്യാമിൻ യഹൂദയോടൊപ്പം വന്ന് ചേരുകയാണ്. അങ്ങനെ 2 ഗോത്രങ്ങൾ. അത് ദൈവത്തിന്റെ വാഗ്ദത്തം കൂടിയാണ്. അഹിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ വസ്ത്രം 2ആയിട്ട് കീറി 10 കണ്ണുകൾ ഒരാൾക്ക് കൊടുക്കുന്നു. മറ്റ് 2 ഗോത്രങ്ങൾ പിടിച്ചു വന്ന് ഇവർ വേറെ രാഷ്ട്രമാകും, ഈ 10 കണ്ണുകൾ വേറെ രാഷ്ട്രമാകും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ബെന്യാമിൻ പിന്നീട് അവരോടൊപ്പം വന്ന് ചേരുന്നു. വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ അവർ വന്നുകൊണ്ടിരിക്കുക. ശരി അത് പ്രവചനം നിവർത്തിയാണ്. അത് സംഭവിക്കും. ഈ ഹഗ്ഗായിയുടെ പ്രവചനം ഹഗ്ഗായി ആയിരിക്കില്ലല്ലോ എഴുതിയത്, ആരായിരിക്കും എഴുതിയത്? പിന്നെ ഈ പ്രവചന പുസ്തകങ്ങൾ ഒരാൾ ആരായിരിക്കും? പിന്നെ ഒരു സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ കാലഘട്ടങ്ങളിൽ സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം യെശയ്യാവ് എഴുതുന്നതിന് കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പ്രവചിക്കുന്നു, എഴുതുവാൻ വേറെ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഒന്ന് പുറത്തേക്ക് ഒരു സ്ക്രൈബ് ഉണ്ടെന്ന് ഒരാൾ പ്രവചിക്കുമ്പോൾ എഴുതിക്കൊടുന്ന രൂപം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പഴയതിന്റെ പ്രവചനത്തിൽ വായിക്കുമ്പോഴത്തേനും പ്രവാചകൻ പ്രവചിക്കുന്നു. ബാരൂക്ക് എന്ന് പറഞ്ഞാൽ ബാരൂക്ക് സ്ക്രൈബ് പിന്നെ അത് പകുതി എഴുതിയിട്ടുണ്ടാവത്തില്ല. അന്ന് എഴുതിയിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം ഉണ്ടാവും. ഓരോരുത്തരുടെ മനോധർമ്മം പോലെ അത് ശരിക്കും നമ്മൾ പുസ്തകം പഠിക്കുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാവും. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട പേര് പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങളിൽ ബ്രാക്കറ്റിൽ വെച്ച് കടന്നുള്ളത്. ബ്രാക്കറ്റിൽ വെച്ച് ഇത് ചില അർത്ഥം പറഞ്ഞത് ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളിൽ അത് ഉണ്ടായിരുന്നില്ല, പിന്നീടുള്ള കയ്യെഴുത്ത് പ്രതികൾ അത് കൂട്ടിച്ചേർത്താണ്. അതാണ് ബ്രാക്കറ്റ്. പുതിയ
വായിക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നത് മർക്കുസിന്റെ സുവിശേഷത്തിന്റെ ലാസ്റ്റ് പോർഷൻ എല്ലാം ഈ ബ്രാക്കറ്റാണ്. പറയണം ദിവസം പറയണം പുതിയ നിയമത്തിൽ പഴയ നിയമത്തില്ല പുതിയ നിയമത്തിൽ അതുപോലെ 15 മിനിറ്റ് നിങ്ങളുടെ ചോദ്യമായിരുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കും. ഈ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ബൈലിംഗൽ പുസ്തകമുണ്ട്. ആ പുസ്തകം വായിക്കുന്നത് നല്ലതായിരുന്നു. മലയാളം ഈ പ്രത്യേകത എന്നാണ്, ഇസ്രയേൽ എന്നൊരു രാജ്യം എവിടെ പോയി ചരിത്രത്തിൽ നോക്കിയാൽ ഇസ്രയേൽ കാണാം. ഈജിപ്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ഇപ്പോഴത്തെ ഉള്ള രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഏറ്റവും പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് വേദപുസ്തകം തന്നെ ഇവിടുത്തെ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ പേരാണ്. കോറസ് എന്ന് പറഞ്ഞാൽ എവിടെയും തപ്പിയ കിട്ടാം. ചരിത്രത്തിലെ വ്യക്തി. അപ്പം അതാ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ ബൈലിംഗൽ ബൈബിൾ സൊസൈറ്റിയിൽ ബൈലിംഗൽ ലാംഗ്വേജ് ഒരു ഭയങ്കര നന്നായി വെബ്സൈറ്റിൽ മലയാളം വെബ്സൈറ്റിൽ ഇംഗ്ലീഷ് നമുക്ക് ഈ ട്രാൻസ്ലേഷൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ ചിലത് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രത്തിലെ രാജ്യങ്ങളും രാജാക്കന്മാരുടെ പേര് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ഓക്കെ, താങ്ക് യു. ഞാനിവിടെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചരിത്രം പിടികിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കേട്ടതിലും പ്രത്യേകിച്ച് സംശയങ്ങൾ ചോദിച്ചതിലും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അവസരം തന്നതിൽ ഗൈഡൻസ് മൂവ്മെന്റിന്റെ ഭാരവാഹികളോടുള്ള കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.